വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 50-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2025 ഡിസംബർ മാസം 24-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. വളരെയധികം ആകാംക്ഷയോടെ പലരും കാത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എതിർക്രിസ്തു ആരാകുന്നു എന്നുള്ളത്. കാരണം ഇന്നത്തെ ലോകത്തിന് അറിയേണ്ടത് ആൻറ്റി ക്രൈസ്റ്റ് ആരാണ് എന്നുള്ളത് അറിയുവാൻ വളരെ വ്യഗ്രത കാണിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാളും താല്പര്യം പലർക്കും എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള മെസ്സേജുകൾ കേൾക്കാനാണ്. എന്നാൽ സാത്താൻ്റെ ആഴങ്ങളെ നാം അറിയേണ്ട, നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരാണ്. ക്രിസ്തു യേശുവിനുള്ള അതിനെ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടിയത്. എന്നാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ വ്യാഖ്യാനിക്കേണ്ടതും നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നാൽ വലിയൊരു ആഴത്തിലേക്കുള്ള ഒരു പഠനത്തിലേക്ക് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടി എന്താണെന്ന് അതിൻ്റെ ആത്മീയ അർത്ഥതലങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ലാതെ സാങ്കല്പികമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അവരാണ് എതിർക്രിസ്തു എന്നുള്ള ഒരു സൂചനയിലേക്ക് ഒരിക്കലും ഈ പഠനം പരിശ്രമം നയിക്കുന്നില്ല. അപ്പോൾ എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൽ 5 പ്രധാന ഭാഗങ്ങളാണ് നാം പഠിക്കുന്നത്. 1, എതിർക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണ്, എതിർക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്, എതിർക്രിസ്തു എവിടെ നിന്ന് വരുന്നു, എതിർക്രിസ്തു ആരാകുന്നു, എതിർക്രിസ്തുവിൻ്റെ അവസാനം എന്താകുന്നു. ഇതാണ് 5 ടോപ്പിക്കുകൾ, 5 ഭാഗങ്ങൾ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിലും ദാനിയേൽ പുസ്തകത്തോടും മറ്റേതര പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന എപ്പോഴാകുന്നുള്ളത് നമ്മളത് മനസ്സിലാക്കിയിരുന്നു. അത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അത് മനസ്സിലാക്കാനിടയായി തീർന്നു. അപ്പോൾ അവിടെ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടപ്പോൾ ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതും അതിനെ ഇരിക്കുന്നതിൻ്റെ വില്ലിനെ കുറിച്ചൊക്കെ വഞ്ചനയാണെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ 2-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് അത് കള്ളപ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നുള്ള ബന്ധത്തിലാണ് 2-ാമത്തെ മുദ്ര പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചുള്ള ബന്ധത്തിലാണ് 13-ാം അധ്യായം വെളിപ്പാട് 13-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നവരുടെ ബന്ധത്തിൽ അതിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കള്ളപ്രവാചകനുള്ള ബന്ധത്തിൽ അവൻ ഇവിടെ ചെയ്തു കൂട്ടുന്ന അവൻ്റെതായ വിക്രിയകളും പ്രതിമയുണ്ടാക്കുന്നതിനെ കുറിച്ചുമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 13-ാം അധ്യായം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 13-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന എതിർക്രിസ്തു ആരാകുന്നു, എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പം 12-ാം അധ്യായത്തിൽ മഹാസർപ്പത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ ഇവിടെ എതിർക്രിസ്തുവിനെ മൃഗത്തെ വെളിപ്പെടുത്തുന്നു. 13-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള ഭാഗങ്ങളിൽ കള്ളപ്രവാചകനെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ പൈശാചിക മൂർത്തികളായിരിക്കുന്ന സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഈ 3 പേരെയാണ് പൈശാചിക മൂർത്തികളെന്ന് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതിൽ സാത്താനാകുന്ന ഈ ലോകത്തിൻ്റെ ദൈവത്തെക്കുറിച്ചും അതുപോലെ ലോക സാമ്രാജ്യത്വങ്ങളുടെ അധിപനായിട്ട് വരാൻ പോകുന്ന എതിർക്രിസ്തുവിനെ കുറിച്ചും അവൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്ന കള്ളപ്രവാചകനെക്കുറിച്ചുമുള്ള പ്രവചന ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ആത്മീയാർത്ഥത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരിക്കലും അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എപ്പോൾ വരുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. എതിർക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന എന്തിനു വേണ്ടിയാണെന്നുള്ളതിൻ്റെ പശ്ചാത്തലം നാം ചിന്തിച്ചിരുന്നു. സാത്താനിക മഹോദ്രവത്തിൽ 2 സാക്ഷികളാകുന്ന സമൂഹത്തിന്, അഥവാ പഴയ നിയമത്തിൻ്റെ ദൈവകൽപ്പന പ്രമാണിക്കുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവരുടെ അവർക്കും ആ സാക്ഷികൾക്കും, അതുപോലെ ദൈവസഭയുടെ സുവിശേഷത്തിൻ്റെ വക്താക്കൾക്കും ലഭിക്കുന്ന പ്രത്യേക അധികാരം കൊണ്ട് ഈ പൈശാചിക സാത്താന് അവരെ വശീകരിക്കുവാനോ വഞ്ചിക്കാനോ കഴിയാത്തത് കൊണ്ട് അവർക്ക് പ്രത്യേക അധികാരം അന്ന് ദൈവം കൊടുത്തിരിക്കുന്നുണ്ട്. വായിൽ നിന്ന് തീ പുറപ്പെടുന്നത് കൊണ്ടും അവർ പറയുന്നത് പ്രവചനം അത് നിവൃത്തീകരിക്കപ്പെടുന്നതുകൊണ്ടും ഭൂമിയെ
ഏത് ബാധ കൊണ്ടും അവർക്ക് ബാധിക്കാനുള്ളതായിട്ടുള്ള അധികാരമുള്ളതുകൊണ്ട് അക്കാലത്ത് സാത്താന് ഇവരെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. എന്നാൽ അവരെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് സാത്താൻ അഴിച്ചുവിടുന്ന ദുരുപദേശമാണ്. എന്നാൽ അതിലൊന്നും വീഴ്ത്തിക്കളയാൻ കഴിയാതെ ചെറുതുരുത്തുകൾ പോലെ അവിടെവിടങ്ങളായി ദൈവത്തിൻ്റെ വിശ്വാസമുള്ള ദൈവമക്കൾ ഉണ്ടായിരിക്കും. അവരാണ് ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പിലുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ 3.5 വർഷത്തെ അധികാരം ദൈവം ആ അധികാരം അതിൻ്റെ എണ്ണം തികഞ്ഞു കഴിയുമ്പോൾ, അഥവാ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഉള്ള എണ്ണം തികയുമ്പോൾ, കർത്താവിൻ്റെ മധ്യാകാശ വരവ് ദൈവസഭയുടെ തികവാകുന്ന ആദിയാതന്മാരുടെ എണ്ണം തികയപ്പെടുമ്പോഴാണ് കർത്താവ് വരുന്നത്. അതുപോലെ ഈ 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തോടു കൂടി നഗരത്തിൻ്റെ ഭാഗമായി തീരാനുള്ള ഒരു ഭാഗവും മതിലിൻ്റെ ഭാഗത്തിൻ്റെ എണ്ണവും പൂർത്തീകരിക്കപ്പെടുന്ന സമയത്താണ് കർത്താവ് ഈ അധികാരം അവിടെ നിന്ന് മാറ്റുകയും ആ സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള പ്രത്യേക അധികാരം ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് അവരെ കൊന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവരെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള ഒരു ചിന്തയുടെ സമയത്താണ് ലോകം മുഴുവനും ഇവര് മുഖാന്തരമാണ് അവരുടെ അന്നത്തെ ആ എൻജോയ്മെൻ്റ് ആയിരിക്കുന്ന ലൗകികമായി ഇവിടുത്തെ ലോകത്തോടുള്ള ബന്ധത്തിൽ മ്ലേച്ഛതയിൽ ജീവിക്കാൻ പറ്റുന്ന മൃഗീയ ജീവിതം നയിക്കാൻ പറ്റുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹമായതുകൊണ്ട് അവരെ ഇല്ലാതാക്കി കളയാം. അവരുടെ ശബ്ദം അടച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു നിലവാരത്തിൽ അവർ ഒരു ഏകലോക ഭരണകർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് സാത്താൻ്റെ ആശീർവാദത്തോടു കൂടി ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. ഈ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്തവരെ കൊന്നുകളയാൻ വേണ്ടിയാണെന്നുള്ളതും നാം ചിന്തിപ്പാനിടയാത്തുന്നു. ക്രിസ്തു എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത് അവൻ സമുദ്രത്തിൽ നിന്ന്, അതുപോലെ തന്നെ അഗാധത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന് കയറി വരുന്നു എന്നുള്ളതും നാം ചിന്തിപ്പാനിടയാത്തുന്നു. അപ്പോൾ ക്രിസ്തു യേശു വന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നല്ല യേശു വന്നത്. അവൻ സ്വർഗത്തിൽ നിന്നാണ് വന്നത്. അതുപോലെ അവൻ ഉയരത്തിൽ നിന്നാണ് വന്നത്. അവൻ വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അവൻ വെളിച്ചത്തിൽ നിന്നാണ് വന്നത്. എന്നാൽ സാത്താനെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ അഗാധത്തിൽ നിന്നാണ് വരുന്നത്. അവൻ ഇരുളായിട്ടാണ് വരുന്നത്. അവൻ വരുന്നത് മനുഷ്യനെ ഇല്ലാതാക്കി കളയാൻ, നശിപ്പിക്കാൻ വേണ്ടിയാണ് സാത്താൻ വരുന്നത്. അപ്പോൾ അവൻ സമുദ്രത്തിൽ നിന്ന് വരുന്നു, ആഴത്തിൽ നിന്ന് വരുന്നു, അഗാധത്തിൽ നിന്ന് വരുന്നു എന്നതിൻ്റെ വിവർത്തനം. അപ്പം അവൻ വരുന്നത് അഗാധത്തിൽ നിന്ന്, സാത്താൻ്റെ ഇരിപ്പിടമായിരിക്കുന്ന അഗാധം എന്നുള്ളത് അധമപാതാളത്തിനും നരകത്തിനും ഇടയിലുള്ള ഭാഗത്താണ് അഗാധം എന്നുള്ള ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അഗാധം ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. 1000 ആണ്ട് വാഴ്ചയിലാണ് സാത്താനെ അഗാധത്തിലിട്ട് പൂട്ടുന്നത്. അതുവരെയും അഗാധം തുറന്നു കിടപ്പിൻ്റെ ഇരിപ്പിടമാണ് അവിടുന്ന്. അപ്പോൾ സാത്താൻ്റെ ഇരിപ്പിടത്തിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ പുറപ്പാടെന്നുള്ളത് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആശീർവാദത്തോടെ ആയിരിക്കും ഈ സാത്താൻ്റെ ആശീർവാദത്തോടെ ആയിരിക്കും ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അവനാണ് ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന വെളിപ്പെടുത്താനാണ് അതിൻ്റെ അഗാധം പറഞ്ഞിരിക്കുന്നത്. ആഴം പറഞ്ഞിരിക്കുന്നത് ഇരുളിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തു വെളിച്ചമായിരുന്നെങ്കിൽ സാത്താൻ ഇരുളായിരിക്കും. സമുദ്രത്തെ കാണിക്കുന്നത് ലോകജാതികളെ കാണിക്കുന്നു. ലോകജാതികളുടെ നിന്ന്, രാഷ്ട്രങ്ങളുടെ നിന്നാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു വരുന്നതെന്നാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് നാം തുടർന്ന് ചിന്തിക്കുന്നത് ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നാം അല്പസമയം ചിന്തിക്കുന്നത്. ക്രിസ്തു ആരാകുന്നു എന്നുള്ളത് ഏതായാലും ഇവനൊരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് എന്നുള്ളതിന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു വ്യക്തിയെക്കുറിച്ചാണ് ക്രിസ്തു എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ വേറും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയം പലപ്പോഴും വളരെയധികം താല്പര്യമുണ്ടെന്നുള്ള പറഞ്ഞത് നമുക്കറിയാം. ഗൾഫ് യുദ്ധകാലം നടന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്. കുവൈറ്റ് ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് ഒരു മനുഷ്യനെ പലരും പ്രസംഗിച്ച് ക്രിസ്തുവായിട്ട് വെളിപ്പെടുത്തുവാനായിട്ട് തീർന്നു. സാങ്കല്പികമായിരുന്നു. അപ്പോൾ അവർ ചില വചനങ്ങളൊക്കെ എടുത്തു വെച്ച് അത് പ്രസംഗിക്കുകയും ഞാനത് കേട്ടിട്ടുണ്ട്. ആ സമയത്തുള്ള 1990-91 കാലഘട്ടങ്ങളിൽ ഭയങ്കരം മെസ്സേജുകളായിരുന്നു. അതെല്ലാം മാറിപ്പോയി. അവസാനം അവർ പ്രസംഗിച്ച് ക്രിസ്തുവിനെ അമേരിക്കൻ സൈന്യം പിടിച്ച് തൂക്കിലേറ്റി കൊന്നുകളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സാങ്കല്പികതകളിലേക്ക് നാം പോകാൻ പാടില്ല. സാങ്കല്പികതകളൊക്കെ തകർന്നടി കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഇല്ലാതായിത്തീരും. പ്രസംഗമൊന്നും അത് ബലൂണിൽ കാറ്റഴിച്ചു വിടുന്ന പോലെയായിരിക്കും. പക്ഷെ കേൾക്കാൻ വളരെ ഇഷ്ടം നല്ലതായിരിക്കും. കേൾക്കുമ്പോൾ ഭയങ്കര കർണരസകരമാകുന്ന മെസ്സേജുകളായിരിക്കും കേൾക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയോട് തുലനം ചെയ്ത് ഇന്നയാളായിരിക്കും എന്ന് പഠിപ്പിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ബൈബിളിൽ എന്ത് രേഖപ്പെടുത്തി, വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആത്മീയ അർത്ഥതലത്തിലുള്ള കാഴ്ചപ്പാട് തരികയല്ലാതെ ഞാനൊരു വ്യക്തി ഇന്നയാളായിരിക്കുമെന്ന് ഒരിക്കലും ഞാനത് പഠിപ്പിക്കത്തില്ല. കാരണം അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, കർത്താവ് വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്വർഗത്തിലും ഭൂമിയിലുള്ള ആരോട് തുലനം ചെയ്യുവാൻ ഒരു നാളും സാധിക്കാത്ത സാക്ഷാൽ ദൈവമാണ് യേശു ക്രിസ്തു. എന്നാൽ അവനോട് തുലനം ചെയ്യുന്നതിനായി പിശാച് നടത്തുന്ന അവൻ്റെ അവസാനത്തെ വൃഥാപ്രയത്നമാണ് മനുഷ്യനായി അവൻ തന്നെ ഭൂമിയിൽ വെളിപ്പെടുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോൾ അത് മനുഷ്യരക്ഷയ്ക്ക് കാരണമായി തീർന്നു. എന്നാൽ ദൈവത്തോട് തുലനം ചെയ്യാൻ വേണ്ടി, ക്രിസ്തുവോട് തുലനം ചെയ്യാൻ വേണ്ടി അവൻ ചെയ്യുന്ന അവസാനത്തെ അവൻ്റെ വൃഥാപ്രയത്നമാണ് സാത്താൻ. അവൻ്റെ സാത്താൻ എങ്ങനെ ഒരു മനുഷ്യനായി വന്നാൽ എങ്ങനെയായിരിക്കുമോ അതാണ് ഇത് ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി വന്നപ്പോൾ ക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ദൈവം മനുഷ്യനായി വന്നാൽ ആരാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാകും. കാരണം അവൻ്റെ ജീവിതത്തിൽ നിന്ന്, അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, അവൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അത് വെളിപ്പെടുത്താം, ദൈവത്തെ വെളിപ്പെടുത്തി. അപ്പോൾ സാത്താൻ ആരാകുന്നു, അവൻ ഒരു മനുഷ്യനായി വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ അത് ഇത് ക്രിസ്തുവാണ്. അപ്പോൾ സാത്താൻ്റെ പ്രതിച്ഛായ, അവൻ്റെ പ്രതിബിംബം, അവനെ അതുപോലെ തന്നെ ലോകത്തിൽ വെളിപ്പെടുത്തുന്നതാണ് ഇത് ക്രിസ്തുവാകുന്ന മൃഗം എന്നാണ് നാം ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ സാത്താനെക്കുറിച്ച് മനസ്സിലാകുന്ന. ക്രിസ്തു വെളിച്ചമാണ്, പിതാവിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്തതെങ്കിൽ ഈ ഇരുളിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന സാത്താനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളതും നാം എന്ന ഈ ചിന്തയുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവിക തൃത്വത്തെക്കുറിച്ചുള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ബാക്കിയുള്ള പൈശാചിക ത്രിമൂർത്തികളെക്കുറിച്ച് പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ. നമുക്കറിയാം ഈ ദൈവിക തൃത്വത്തെക്കുറിച്ചുള്ളത് നമുക്കറിയാം. എങ്കിലും ദൈവിക തൃത്വം ലോക സ്ഥാപനത്തെങ്കിൽ, ദൈവിക തൃത്വം ലോകാവസാനത്തെങ്കിൽ, ദൈവിക തൃത്വം നിത്യതയിൽ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പം എങ്ങനെയാണ് ദൈവിക തൃത്വം എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത്? അത് ബൈബിളിൽ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ബൈബിൾ ഒരിടത്തും തന്നെ ട്രിനിറ്റി എന്ന വേർഡ് ഉപയോഗിച്ചിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതൊരിക്കലും പൈശാചികമോ ദുരുപദേശമൊന്നുമല്ല. ഇപ്പോൾ ട്രിനിറ്റി എന്ന വാക്ക് ബൈബിൾ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ നമ്മൾ അങ്ങനെ തൃത്വം എന്നുള്ളത് നാം എടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ദൈവ തൃത്വത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 ആളത്വമാണ് ദൈവമെന്നും അതൊന്നാണെന്നും നാം പഠിക്കുകയും ചിന്തിക്കുകയും നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രബലമായിട്ടുള്ള ഒരു അടിസ്ഥാന വചനം ഉൽപ്പത്തി പുസ്തകം 1-26 വാക്യമാണ്. അതിൽ മനുഷ്യസൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന ബഹുവചന പ്രയോഗത്തിൽ നിന്നാണ് തൃത്വം എന്നുള്ള വാക്ക് ഉടലെടുക്കുവാനിടയാക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ഇപ്പോൾ ഒന്നിലധികമുള്ള ആളത്വങ്ങൾ ദൈവത്തിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവം നാം എന്ന് പറഞ്ഞിരിക്കുന്ന, ഞാനാകുന്നവൻ എന്ന് പറഞ്ഞിരുന്ന അത് പുതിയ നിയമത്തിൽ ലോകാവസാനത്തെങ്കിൽ അഥവാ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ലോകാവസാനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പുതിയ നിയമത്തിൽ അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവസഭയ്ക്ക് വെളിപ്പെട്ട് കിട്ടി. നമുക്കത് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ലോകാരംഭത്തെങ്കിൽ ഉണ്ടായിരുന്ന നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞ ദൈവം എന്നുള്ള ബഹുവചനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന തൃത്വം എന്നുള്ളതിനെ അവിടെ നമുക്ക് യഹോവ എന്ന പേരിൽ ഇസ്രായേലിനുള്ള ബന്ധത്തിലും ഞാനാകുന്നു എന്ന് പറഞ്ഞ് യഹോവ എന്ന വെളിപ്പാടോടുകൂടി അവിടെ ഇസ്രായേൽ വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ പുതിയ നിയമത്തിലാണ് നമുക്കതിൻ്റെ യഥാർത്ഥമായ വ്യക്തത നമുക്ക് ലഭിക്കുന്നത്. ലോകാവസാനത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തി ദൈവിക തൃത്വങ്ങൾ ആരാകുന്നു എന്നതിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചു. മത്തായി സുവിശേഷം 28-ാം വാക്യം. ഇതാണ് പുതിയ നിയമസഭയിൽ ഒരാൾ വരുമ്പോൾ അവരെ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന സത്യപ്രതിജ്ഞാവാക്യത്തിലെ പ്രധാന ഭാഗമാണ്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്നുള്ളത്. നാമങ്ങൾ എന്നല്ല, നാമമെന്നാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വേണം സ്നാനപ്പെടുത്തുവാൻ. അത് വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആരും പിതാവിൻ്റെ നാമത്തിൽ മാത്രമല്ല സ്നാനപ്പെടേണ്ടത്, പുത്രൻ്റെ നാമത്തിൽ മാത്രമല്ല സ്നാനപ്പെടേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ല സ്നാനപ്പെടേണ്ടത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ്, ദൈവമെന്ന ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ആളത്വങ്ങളെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നുള്ള ആ വചനത്തിന് അടിസ്ഥാനത്തിലാണ് ദൈവസഭയുടെ ഒരാൾ അംഗമായി തീരുന്നത്. സത്യസഭയുടെ അംഗമായി തീരുന്ന ഒരാൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുന്നത്. അപ്പോൾ കർത്താവ് എന്നിട്ട് ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരിൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് വാസം ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് വാസം ചെയ്യും. അപ്പം ഇങ്ങനെ നിരവധി വചനങ്ങൾ ദൈവിക തൃത്വത്തോടുള്ള ബന്ധത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-24 വാക്യങ്ങളിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് വാസം ചെയ്യും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരവും നമ്മളിൽ വസിക്കുന്നത് പിതാവും പുത്രനുമാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന മന്ദിരമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയങ്ങളും സാക്ഷ്യകൂടാരങ്ങളും ഒക്കെ ആയിരുന്നു ദൈവത്തിൻ്റെ തേജസ് വസിക്കാൻ വേണ്ടി ദൈവം വന്ന് പഴയ നിയമ ആരാധനയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മൺകൂടാരമായിരിക്കുന്ന നമ്മെ നല്ല യാഗപീഠമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ദൈവത്തിന് വാസം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ മന്ദിരങ്ങളാക്കി മാറ്റി, പരിശുദ്ധാത്മാവിൻ്റെ പണിയപ്പെടുന്ന മന്ദിരങ്ങളാക്കി മാറ്റി നമ്മളിൽ പിതാവും പുത്രനും വസിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിൽ വസിക്കുന്നത് നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, നമ്മളിൽ വസിക്കുന്നത് പിതാവും പുത്രനുമാകുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് നിത്യതയോടുള്ള ബന്ധത്തിൽ ദൈവജനം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നതും ദൈവിക നിത്യതയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ദൈവിക തൃത്വം എന്നുള്ളത് എന്നേക്കുമുള്ളതാണ്, ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളതാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവമായിരുന്നവൻ ആരംഭത്തെങ്കിൽ ലോകസ്ഥാപനത്തെങ്കിൽ അവൻ വന്നു മനുഷ്യനെ സൃഷ്ടിച്ചു. അതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൽ അടങ്ങിയിരുന്ന ദൈവം വചനമാണ്, ദൈവം ആത്മാവാണ്, ദൈവം ജീവനാണ്. അപ്പോൾ മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പ് നാം ചിന്തിക്കുമ്പോൾ ദൈവമെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവം വചനമാകുന്നു, ദൈവം ജീവനാകുന്നു. അപ്പോൾ ആ ആത്മാവാകുന്ന ആലോചനയോടുകൂടെ വചനമാകുന്ന ദൈവം അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടിരിക്കുകയും ജീവൻ അതിൽ വ്യാപരിക്കുകയും ചെയ്യുന്നുള്ള ബന്ധത്തിലാണ് ദൈവത്തെ നമുക്ക് ലോകസ്ഥാപനത്തിന് മുമ്പ് കാണുന്നതെങ്കിൽ, ലോകസ്ഥാപനത്തെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും കൂടി വന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് യഹോവ എന്ന പേരിൽ പഴയ നിയമത്തിൽ മോശ ഉൾപ്പെടെയുള്ള അവർക്ക് വെളിപ്പെടുവാൻ ഇടയാത്തീർന്നു. പുതിയ നിയമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന ബന്ധത്തിൽ ഇപ്പോൾ അത് വെളിപ്പെടുവാൻ നമുക്ക് വെളിപ്പെടുത്തി കിട്ടി. നിത്യതയിൽ അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരുവചന പുസ്തകം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്നുള്ള ദൈവിക തൃത്വം അത് എന്നേക്കുമുള്ളതാണ്. അത് രേഖപ്പെടുത്തിയാണ് വെളിപ്പാട് പുസ്തകം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. വെളിപ്പാട് 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവിക തൃത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനിധിയെ അവനെ കാണിച്ചു. അപ്പോൾ വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും, ദൈവം എന്ന് പറഞ്ഞ പിതാവാം ദൈവം, കുഞ്ഞാടാം ദൈവം, പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനിധി പരിശുദ്ധാത്മാവാം ദൈവം. അപ്പോൾ ദൈവമെന്ന് പറഞ്ഞു തുടങ്ങി നിത്യതയോടുള്ള ബന്ധത്തിൽ പിതാവിനെയും കുഞ്ഞാടാൻ ദൈവത്തെയും പളുങ്കാടലായിരിക്കുന്ന ജീവജലനദിയായിരിക്കുന്ന
പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം പര്യവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ദൈവിക തൃത്വം എന്നുള്ള ദൈവം എന്നുള്ളത് എന്നേക്കുമുള്ളതാണ് എന്നുള്ളതിൻ്റെ വ്യക്തത നമുക്ക് ലഭിച്ചിരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും നാം നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലും നാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്നാൽ ഈ നിത്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തോട് ചേരുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന മനുഷ്യവംശത്തിൽ നിന്ന് ഈ ആദ്യജാതന്മാരുടെ സഭ ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമുക്ക് കുഞ്ഞാടാം ദൈവത്തോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവകൃപയിൽ നാം അതിൻ്റെ പരമോന്നതമായിരിക്കുന്ന സ്ഥാനത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയാൽ നമ്മളും ദൈവിക തൃത്വത്തിൻ്റെ ഭാഗമായിത്തീരുന്നു, ക്രിസ്തുവിൽ നാമും ഒന്നായിത്തീരുന്നു എന്നുള്ളതും രാത്രിയിൽ നാം ചിന്തിക്കുകയും അത് ധ്യാനിക്കുകയും നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ വിലയും മഹിമയും ഓർത്തുകൊണ്ട്, തേജസ്സിൻ്റെ കനമോർത്തുകൊണ്ട് നാം എപ്പോഴും ക്രിസ്തു ജീവിതം വളരെ ഗൗരവപൂർണമായി ജീവിക്കണമെന്നും ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവസഭയുടെ ഭാഗം അവിടെ ഇല്ലായിരുന്നു. അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇല്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ സഭ സ്ഥാപിച്ചിരിക്കുന്നത് അവനോട് ചേരുവാനുള്ള അവൻ്റെ കാന്തയെ കണക്കാക്കിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിത്യതയിൽ അവനോട് കൂടെ നാമും ഒന്നായി ചേരും എന്നുള്ള വലിയ പ്രത്യാശയോടെ വേണം നാം ഓരോ ദിവസവും ഭൂമിയിൽ ജീവിക്കുവാനായിട്ട്. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള സമയാസമയങ്ങളിൽ അത് പൂർത്തീകരിച്ച് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് വിഭാവനം ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ എല്ലാം നിത്യതയിൽ നിറവേറപ്പെടും. ആ നിത്യത നിറവേറപ്പെടുമ്പോൾ അത് നമ്മൾ കൂടി അതിൻ്റെ ഭാഗമായി തീരുന്നു എന്നുള്ളത് എത്ര ആശ്ചര്യകരവും എത്ര സന്തോഷകരവുമായ കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം ഓർത്ത് വേണം നാം എപ്പോഴും ക്രിസ്തു ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട്. ഇന്ന് രാത്രിയിലും ദൈവവചനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ നിരവധി പ്രശ്നങ്ങൾ കാണും, ബുദ്ധിമുട്ടുകൾ കാണും, രോഗങ്ങൾ കാണും, വേദന കാണും. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ആത്മീയ പദവിയെ മുൻപിൽ കണ്ടുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് വേദനകൾ മറന്ന് ഭാരങ്ങൾ മറന്ന് കർത്താവിന് വരാൻ വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇന്ന് രാത്രിയിൽ സഹായിക്കുമാറാകട്ടെ. ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്, എത്ര മഹത്തരമായ അതിൻ്റെ ആഴം പലർക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെലേക്ക് പലരും അതിൻ്റെ വന്നിട്ട് പോലും അതിന് ജീവിതത്തെ കൊടുക്കാതിരിക്കുന്നത്. പലരെ പേടിച്ചും മനുഷ്യഭയം ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ക്രിസ്ത്യ വിശ്വാസം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യഭയം കെണിയാണെന്നാണ് പറയുന്നത്. സാത്താൻ വയ്ക്കുന്ന കെണികളാണ്. നമ്മളെല്ലാവരെയും ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ക്രിസ്ത്യ ജീവിതത്തിന് മുന്നേറാൻ കഴിയത്തില്ല. നാം ദൈവത്തെ അനുസരിക്കുന്നതിന് മനുഷ്യനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തെയാണ് പരമോന്നതമായിട്ട് അനുസരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ അനുസരിക്കുന്നതിൽ ഒരു നെല്ലട പോലും വ്യത്യാസം കാണിക്കാൻ പാടില്ല. ദൈവം നോക്കുന്നത് അവനോട് ചേരുവാനുള്ളവർ അവനെ പോലെ വിശ്വസ്തരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ദിവസങ്ങൾ അതിൻ്റെ ആഴം മനസ്സിലാക്കി ദൈവത്തിൻ്റെ തലയോളം വളർന്ന് അവനോട് ചേരുവാൻ, നിത്യതയിൽ കാണപ്പെടുവാൻ ഇടയായിത്തരണം. അപ്പോൾ ദൈവ തൃത്വത്തെ ലോകാരംഭത്തിലും ലോകാവസാനത്തിലും നിത്യതയുള്ള ബന്ധത്തിൽ ചിന്തിച്ചെങ്കിൽ പൈശാചിക ത്രിമൂർത്തികൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആരംഭം നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകാരംഭത്തിൽ പാമ്പിൽ വസിച്ച സാത്താൻ അവൻ്റെ പ്രവൃത്തിയാണ് ആദ്യം ചെയ്യുന്നത്. എങ്ങനെയാണ് ലൂസിഫർ എങ്ങനെയാണ് ഇരുളിൻ്റെ ശക്തിയായി മാറിയെന്ന് നമുക്കറിയാം. അവൻ പരദീസയിൽ നിന്ന് അവൻ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് അഥവാ പരദീസയിൽ നിന്ന് പാപം ചെയ്ത് ഭൂമിയിലേക്ക് വെട്ടപ്പെട്ടവനായി താഴെ വീണ് അവൻ മുഖാന്തരമുണ്ടായ അഗാധം, ഇരുള്, ഇതെല്ലാം അവനെ മൂടി. അതിനുശേഷമായി ദൈവം ഭൂമിയെ റിനോവേഷൻ ചെയ്തപ്പോൾ, ഭൂമിയെ വീണ്ടും അതിനെ പുതുക്കി പണിത സമയത്ത് അവൻ റിലീസായി. എന്നാൽ ആ ശക്തി ഇരുളായിരിക്കുന്നവൻ സാത്താൻ ഒരു പാമ്പിൽ പ്രവേശിച്ച് അവൻ എന്ത് ചെയ്തു? വഞ്ചിച്ചാണ് മനുഷ്യനെ പാപത്തിൽ അടിമപ്പെടുത്തിയത്. അപ്പോൾ അവൻ്റെ പ്രവൃത്തി ചെയ്തു, അത് വഞ്ചനയായിരുന്നു. ആദിമ മനുഷ്യൻ അതിൽ ചതിക്കപ്പെടുകയും പാപത്തിനും മരണത്തിനും അടിമകളായി തീരുകയും ചെയ്തു. എന്നാൽ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു ആകുന്ന സത്യദൈവത്തെ ഈ ഭൂമിയിൽ അയച്ചപ്പോൾ സത്യദൈവത്വമാണ് ക്രിസ്തുവിലാണ് ദൈവം വസിച്ചുകൊണ്ട്
സാത്താൻ്റെ തലയെ തകർത്തത്. സർപ്പത്തിൻ്റെ തലയെ ക്രിസ്തുയേശു തകർത്ത് കളഞ്ഞു. അതിൻ്റെ അർത്ഥം അവൻ്റെ ആലോചനയെ ദൈവം അതിനെ തകർത്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ലോകാരംഭത്തിൽ സർപ്പരൂപത്തിൽ വസിച്ചിരുന്ന പിശാചിൻ്റെ ആലോചനയാകുന്ന പദ്ധതിയാണ് ലോകാവസാനത്തിൻ്റെ ആരംഭത്തെങ്കിൽ യേശു ക്രിസ്തു തലയെ തകർത്ത് കളഞ്ഞ അവൻ്റെ ആലോചനയെ ദൈവം തകർത്ത് കളഞ്ഞു. അവൻ്റെ ആലോചനയെ തകർത്ത് കളഞ്ഞത് അവൻ എന്നേക്കും ഇവിടെ മനുഷ്യനെ വഞ്ചിച്ച് അവൻ്റെ കീഴിൽ കിടത്താമെന്നുള്ള ഒരു ചിന്തയായിരുന്നു പിശാചിനുണ്ടായിരുന്നു. എന്നാൽ അത് ദൈവം ഇല്ലാതാക്കി മനുഷ്യൻ്റെ അടിമത്തത്തെ ദൈവം വിടിവിച്ച് സ്വതന്ത്രമാക്കി സാത്താൻ്റെ അവൻ്റെ ആലോചനയെ ദൈവം ഇല്ലാതാക്കിയതിനായി രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാൻ വിചാരിച്ചത് എന്നും അവൻ്റെ അടിമയായിരിക്കുമെന്ന്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. പാപഭാരത്താൽ ആശ്വാസമറ്റവരായി ലോകത്തിൽ എന്തിനു വേണ്ടി ജീവിക്കുന്നറിയാതെ മരണത്തിൻ്റെ അടിമകളായി തീർന്നിരുന്ന നമ്മെ വിടുവിച്ചത് പുത്രൻ മുഖാന്തരമാണ്. അവൻ തന്ന സ്വാതന്ത്ര്യത്തിനായി നമുക്കിന്ന് രാത്രിയിലും സ്തോത്രം ചെയ്യാം. അപ്പോൾ മഹാസർപ്പത്തെ അവൻ വളർന്ന മഹാസർപ്പതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ വെളിപ്പാട് 9:20 എന്ന വാക്കുകൾ വായിക്കുമ്പോൾ കാണുന്നത് അടയാളമായി പ്രത്യക്ഷപ്പെടുന്ന മഹാസർപ്പത്തിന് 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജപിടിയും തീനിറമ്പും വാലുമുള്ളതായി രേഖപ്പെടുത്തിയതിനെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് 12-3 വാക്യത്തെ ആധാരമാക്കി നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ അതിൽ ലോകാവസാനത്തിൻ്റെ അന്ത്യത്തിൽ പഴയ പാമ്പിനെ മഹാസർപ്പമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് വെളിപ്പാട് 12 രേഖപ്പെടുത്തിയത്. അഥവാ ഹർമോദോൻ അത് മധ്യാകാശ യുദ്ധത്തിന് മുമ്പ് പൈശാചിക തൃത്വത്തിൽ എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. കള്ളപ്രവാചനെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് വെളിപ്പാട് 12 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലോകാവസാന അന്ത്യത്തിൽ പഴയ പാമ്പിനെ മഹാസർപ്പമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ ലോകമനുഷ്യരുടെ മേൽ അവനുള്ള ആധിപത്യത്തിൻ്റെ വൻ വർധനവിനെയാണ് മഹാസർപ്പമായി കാണിക്കുന്നത്. പൈശാചിക ആധിപത്യം മുഴുവൻ ലോകത്തിൽ വരുന്നു. അവനോട് കൂടെ ചേരാനുള്ള സകല ദുഷ്ടദൂതന്മാർ അവനോട് കൂടെ ചേരുന്നു. അവനെ മനുഷ്യൻ്റെ കയ്യിൽ അവനെ ഒതുക്കുന്നു. അപ്പോൾ സർവ്വലോകവും സാത്താൻ്റെ കീഴിൽ ആയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്ത് ജനിക്കുന്ന യേശു ക്രിസ്തു ഒഴികെ സകല മനുഷ്യരും പാപമുള്ളവരായിരുന്നു. ഇപ്പോൾ സർവ്വലോകവും സാത്താൻ്റെ കീഴിലാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം മനുഷ്യൻ മുഴുവനും പാപത്തിന് അടിമപ്പെട്ടവരായിരുന്നെന്നും ഏത് മനുഷ്യനും വളർന്നു വരുമ്പോൾ അവന് അറിവുണ്ടായി അവന് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഭേദാഭേദങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള സമയം വരുമ്പോൾ പാപത്തിൽ അടിമപ്പെട്ട് തെറ്റിലേക്ക് പോകുന്നു എന്നതുകൊണ്ടാണ് സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയും. പാപം തൊടാത്ത ഒരു വ്യക്തി പോലും ലോകത്തിലില്ല. എല്ലാ മനുഷ്യനിലും പാപമുണ്ട്. എന്നാൽ ആ പാപത്തിൽ നിന്ന് നമ്മെ അപ്പോൾ ഒരു മനുഷ്യൻ പോലും പാപം ചെയ്തിട്ടില്ലെന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് സാത്താൻ്റെ കീഴിൽ സർവ്വലോകം കിടക്കുന്നതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു മാത്രമാണ് അതിന് വിപരീതമായി ലോകത്തിൽ ജനിച്ചത്. അവൻ ആദമികത്തിൽ നിന്ന് ആദമിൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ചതല്ല ക്രിസ്തു യേശു. അതുകൊണ്ടാണ് അവനിൽ ആദമിക പാപം ഇല്ലാതിരുന്നത്. അതുകൊണ്ടാണ് അവൻ വിശുദ്ധനായിരിക്കുന്ന പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ള സകല മനുഷ്യരും, ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ലോകത്തിൽ മനുഷ്യനായി ജീവിതമെടുക്കുന്ന ഏത് വ്യക്തിയും അവനിൽ അന്തർലീനമായിരിക്കുന്ന പാപമുണ്ടായിരിക്കും. അത് ഒടുക്കത്തെ നാൾ വരെ ഉണ്ടായിരിക്കും. എന്നാൽ അവൻ്റെ സാധാനിക പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കുഞ്ഞാടാം ദൈവം യാഗമായി തീർന്നത്. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ സാത്താൻ എന്നുള്ളതും അവനും ഏകനല്ല, മൂവരാണ് എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പൈശാചിക ത്രിമൂർത്തികളിലും മൂവരാണുള്ളത്. അത് വ്യക്തമാക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 16-13 വാക്യം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകരുടെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവരുടെ 3 പേരിൽ നിന്നും 3 ആത്മാക്കൾ പുറപ്പെടുന്നു. അതെങ്ങനെയുള്ളതാണ്? തവളയെപ്പോലെയുള്ളതാണ്. തവളയെപ്പോലുള്ളതാണ്. തവളയുടെ പ്രത്യേകത എന്താണ്? അതൊരു ഉഭയജീവിയാണ്. കരയിലും വെള്ളത്തിലും താമസിക്കാൻ പറ്റുന്നതാണ് ഈ തവളയെക്കുറിച്ച് പറയുമ്പോൾ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. അത് പ്രാവെന്ന രൂപത്തിലാണ് വെളിപ്പെട്ടത്. അപ്പോൾ അത്
3 പ്രാവുകൾ വെളിപ്പെട്ടെന്നല്ല. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുള്ളത് ഒരേ ആത്മാവാണുള്ളത്. എന്നാൽ സാത്താനിലും എതിർ ക്രിസ്തുവിലും അവൻ്റെ കള്ളപ്രവാചകനിലുമുള്ളത് 3 ആത്മാക്കൾ. അതിൻ്റെ ഐക്യതയില്ലായ്മയാണ്, അനൈക്യതയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെങ്കിൽ സാത്താനും മൃഗവും കള്ളപ്രവാചകനും ഒന്നല്ല, അവർ 3ആണ്. അവരുടെ അനൈക്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നതായിട്ട് കണ്ടത്, തവളയെപ്പോലെ 3 ആത്മാക്കൾ പുറപ്പെടുന്നത് കണ്ടത്. അപ്പോൾ ഇതിനുള്ള ബന്ധത്തിലുള്ള ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാകുന്നതായിരിക്കും. എന്നാൽ പൈശാചിക ത്രിമൂർത്തികളിൽ 3 ഉണ്ട് എന്നുള്ളതും അവർ അനൈക്യതയിലാണ് വസിക്കുന്നത് എന്നുള്ളതും നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിനോടും ദൈവിക വ്യവസ്ഥിതിയോടും നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സാത്താൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ 3 വ്യക്തികളായിട്ടാണ്, 3 വ്യത്യസ്ത വ്യക്തികളായിട്ടാണ് ഇവരുടെ അവസാനത്തെക്കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന അവരെ വഞ്ചിച്ച പിശാചിനെ. അപ്പോൾ ഈ മൃഗം, സാത്താൻ, മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ എന്നീ 3 പേരിൽ വ്യാപരിക്കുന്നത് 3 അശുദ്ധാത്മാക്കളാണ്. അത് അവരിലെ അനൈക്യത്തെ വെളിപ്പെടുത്തുകയും നിത്യനാശമാകുന്ന അഗ്നിപ്പൊയ്യിലേക്ക് തള്ളിക്കളയുന്ന സന്ദർഭത്തിലും ഇവർ 3 വ്യത്യസ്ത വ്യക്തികളായിട്ടാണ് തള്ളിക്കളയുന്നത്. ഇപ്പോൾ 3 വ്യത്യസ്ത വ്യക്തികളായിട്ട് തള്ളിക്കളയുന്നതിൻ്റെ തിരുവചന തെളിവാണ് വെളിപ്പാട് 20-ാം അധ്യായം 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ, മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധക തീപ്പുവിലേക്ക് തള്ളിയിട്ടു. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പോൾ ദൈവിക തൃത്വം ഐക്യതയിലാണെങ്കിൽ ദൈവമക്കളെ നമ്മളിൽ വ്യാപരിക്കുന്ന ഐക്യതയാണ്. എവിടെ ദൈവാത്മാവ് വ്യാപരിക്കുന്നുണ്ടോ അവിടെ ദൈവിക ഐക്യത കാണും. ബാക്കിയുള്ളതെല്ലാം അനൈക്യതയാണ്, ഭിന്നിപ്പാണ്, ചെതറിച്ച് കളയുകയാണ്, ചേരാൻ കഴിയാത്ത അവസ്ഥ വരും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടത്ത് ഒരുമിപ്പിക്കുന്ന, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, ഒന്നാക്കി തീർക്കുന്നതാണ് ദൈവിക പ്രവൃത്തി. അത് സമാധാനമുണ്ടായിരിക്കും. അറിയാമല്ലോ, ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിൽ സമാധാനം കാണത്തില്ല. ഐക്യതയിൽ വസിക്കുമ്പോഴാണ് അവിടെ നമുക്ക് ദൈവസമാധാനം ദർശിക്കുവാൻ കഴിയുന്നത്. ഒരു കുടുംബം തന്നിൽ തന്നെ ചിത്രിച്ചിരിക്കുന്നെങ്കിൽ അതിന് നിലനിൽക്കാൻ കഴിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഈ സാധാനികമായിരിക്കുന്ന ഏത് പ്രവൃത്തി ഇവിടെ ഉണ്ടായാലും അത് പുറമെ ഐക്യത കാണുകയും അതിൻ്റെ അകത്ത് തമ്മിൽ ചിത്രിക്കുന്ന ഒരു ചിത്രശക്തി ഉണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പുറമെ ഒരുപക്ഷെ ഭിന്നിച്ചാൽ നിൽക്കുന്നെങ്കിലും അകത്ത് വലിയൊരു ഐക്യത വെളിപ്പെടുന്നുണ്ട്. എന്നുള്ളത് ഞാൻ പറയാം, സാത്താനിക പ്രവൃത്തികൾ പുറമേ ഭയങ്കര ഐക്യതയെ കാണുമെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഭിന്നതയുടെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. എന്നാൽ ദൈവസഭയുള്ള ബന്ധത്തിൽ പുറമേ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഭിന്നതകൾ കാണുവാൻ സാധിക്കുമെങ്കിലും ഇതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത വ്യാപരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഭിന്നിച്ച് നിൽക്കുന്നത് നല്ലതാണെന്നല്ല എൻ്റെ അർത്ഥം കാണാൻ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവമെന്നൊരു ഭയവും ദൈവത്തോട് ചേരണമെന്നുള്ള ആഗ്രഹവും നമുക്ക് ഉണ്ട്. ഒരുപക്ഷെ വിവിധ ചിന്തകളായിരിക്കാം, പഠനങ്ങളായിരിക്കാം നമുക്കുണ്ടായിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതും ദാനിയേൽ പ്രവചനം പഠിക്കുന്നതൊക്കെ വ്യത്യസ്തമായ നിലവാരങ്ങളിലായിരിക്കാം നാം ചിന്തിച്ചു വയ്ക്കുന്നത്. നമ്മൾ പലരും പല രീതിയിലായിരിക്കും അതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ അടിസ്ഥാന ഉപദേശങ്ങൾ അത് മാറാത്തതാണ്. നമ്മൾ ഉപദേശങ്ങൾ പഠനത്തിലൊക്കെ നമുക്കൊരു പക്ഷേ ഭിന്നമായിരിക്കുന്ന ചിന്താഗതികളുണ്ടെങ്കിലും നമ്മുടെ അകത്ത് ഒരു ചിന്തയുണ്ട്. അത് ഏക പ്രത്യാശയും ഏക കാര്യവുമാണ്, കർത്താവിനോട് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഐക്യതയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മൾ വ്യാപരിക്കുന്നുള്ളതിൻ്റെ പ്രത്യേകതയെ കാണിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ വിവിധ വംശങ്ങളെന്നും ഭാഷകളെന്നും ജാതികളെന്നും ഒക്കെ വന്നവരായിരിക്കുന്ന സഭയ്ക്കകത്ത് ദൈവികമായ ഒരു ഐക്യത ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ മറ്റുള്ളതെല്ലാം ബയോളജിക്കലായിട്ടുള്ള ഗ്രോത്ത് ഉള്ളതാണ്. ഒരു സമുദായം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ജനിച്ചു വളർന്നതിൻ്റെ അകത്ത് ഉണ്ടാകുന്നവർക്ക് അവർക്ക് ഉള്ള ഐക്യത ഒരുപക്ഷെ അതിനോടുള്ള ബന്ധത്തിൽ കാണുവാൻ സാധിക്കുമെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന നിലവാരങ്ങളിൽ നിന്ന് ഒന്നിച്ചു ചേർന്ന ദൈവമക്കളുടെ ഇടയിൽ കാണുന്നത് അത് ഐക്യത അങ്ങനെ വരാൻ കഴിയുന്നതല്ല. അതിൻ്റെ കാരണം നമ്മൾ വ്യാപരിക്കുന്ന ഐക്യതയുടെ കാരണം നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ ഒന്നിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവസഭകൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യതയും സമാധാനവും ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് അത് ചിലപ്പോൾ തകരാറുണ്ട്. ഒരു സാത്താനിക ശക്തികൾ അല്ലെങ്കിൽ ചിന്താഗതികൾ വന്നു കഴിയുമ്പോൾ
അത് അഗ്നിപർവ്വതം പോലെ ചിലപ്പോൾ പൊട്ടാറുണ്ട്. പക്ഷേ രാത്രി ഞാൻ പറയട്ടെ, എത്രമാത്രം പിശാച് അവൻ്റെ ആൾക്കാരെ കയറ്റി ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കി ഇതിനെ തകർത്തുകളയാൻ ശ്രമിച്ചാലും ഇതിനകത്ത് ഇവരാരും അറിയാത്ത ആത്മാവിൻ്റെ ഐക്യതയിൽ നിൽക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ദൈവസഭയ്ക്കകത്തുണ്ട്. അത് ദൈവം കരുതിയിരിക്കുന്നതാണ്. ഏലിയാവിൻ്റെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ഇവിടെ ആരുമില്ല, ഒരുത്തൻ മാത്രം എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു, നീ അറിയാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നും ആ കാലത്തും, അപ്പോൾ ഒരുപക്ഷെ പുറമെ കാണാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശേഷിപ്പ് എപ്പോഴും ഇതിനകത്തുള്ളെന്ന് പറഞ്ഞതുപോലെ, ഒരുപക്ഷെ പുറമെ എവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മനസ്സാക്കിക്കൊള്ളുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് ഒരുക്കിയെടുക്കേണ്ടവനെ ഒരുക്കിയെടുക്കുന്നുണ്ട്. അത് അവർ പണിയപ്പെടുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ ഐക്യതയിൽ വസിക്കുന്നവരാണ്. അവരെ ചേർക്കാൻ വേണ്ടി കർത്താവ് വരികയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രി മനസ്സിനെ വിചാരിക്കുന്നല്ലോ, ഈ ദൈവിക ദർശനമുള്ളവർക്ക്, കാഴ്ചപ്പാടുള്ളവർക്ക്, അവർക്ക് പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളല്ല ഉള്ളത്. ഏത് വിധേനയും ദൈവിക സമാധാനത്തോടെ ജീവിച്ച് കർത്താവിൻ്റെ വരങ്ങൾ എടുക്കപ്പെടണമെന്നുള്ള തികഞ്ഞ ഐക്യതയിൽ കുഞ്ഞാടിനോട് ചേർന്ന് ആ തികഞ്ഞ പ്രായത്തിലെത്തുവാൻ വേണ്ടിയുള്ള പക്വതയാണ് ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ പൈശാച് നിത്യമണ്ഡലത്തിലേക്ക് പോകുന്നത് അനൈക്യതയിൽ പോകുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഐക്യതയിൽ വളർന്നു വന്ന ദിവസങ്ങളിൽ നമുക്ക് കർത്താവ് ഒരുക്കുന്ന ആ നിത്യസൗഭാഗ്യത്തിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് നാം ദൈവത്തോട് ഒന്നിച്ച് വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൽ പൈശാചിക ത്രിമൂർത്തിയെക്കുറിച്ചുള്ള പഠനം നമുക്ക് വളരെയധികം സഹായമായി ചെയ്യ കാര്യമാണ്. അപ്പോൾ സർവ്വലോകത്തും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ ആരംഭം മുതൽ ലോകാവസാനം വരെ പൈശാചിക ആധിപത്യം ലോകഭരണത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ ലോകത്തിൻ്റെ ആരംഭം മുതൽ അവൻ ലോകാരംഭിക്കുന്നത് സാത്താനിക പൈശാചിക വഞ്ചനയിലൂടെ ലോകം മനുഷ്യൻ്റെ അധീനതയിൽപ്പെടുന്നതോടുകൂടിയാണ്. അപ്പോൾ അന്ന് മുതൽ അതുവരെയും മനുഷ്യനിൽ പാപമില്ലായിരുന്നു. ലോകത്തിൻ്റെ ആരംഭം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ പാപത്തെ അടിമപ്പെട്ട് അവൻ വർധനവിലേക്ക്, മനുഷ്യ സൃഷ്ടിയുടെ വർധനവിലേക്ക് അവൻ നീങ്ങുന്ന കാലത്തെയാണ് ലോകാരംഭം എന്ന് പറയുന്നത്. ലോകസ്ഥാപനം മുതൽ ലോകാരംഭം വരെയുള്ള മനുഷ്യൻ നിർമ്മലനായിരുന്നു, വിശുദ്ധനായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു, ആദമിലും ഹവീലും ഇല്ലായിരുന്നു. അവരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നേരുള്ളവരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ അവരോ അനേക സൂത്രങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഹൗവ സൂത്രം കണ്ടുപിടിക്കുവാൻ വേണ്ടി സാത്താൻ വെച്ചു കൊടുത്ത സൂത്രത്തിൽ അവൾ പെട്ടതുകൊണ്ടാണ് അങ്ങനെ പാപത്തെ അടിമപ്പെട്ട് സൂത്രത്തിൽ വീഴുവാനിടയായി തീർന്നു. അപ്പം അതുകൊണ്ട് ഏദനിൽ ആക്കിയിരുന്ന ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ആദവും ഹവ്വയും വിശുദ്ധരായിരുന്നു. ലോകസ്ഥാപനം മുതൽ ലോകാരംഭത്തിലാണ് പാപം ഉടലെടുക്കുകയും ആദിമ വംശം വർദ്ധവായപ്പോൾ ലോകാരംഭം മുതൽ ദുഷ്ടന്റെ അധീനതയിൽ ലോകം വീഴുവാനിടയായി തീർന്നു. അപ്പോൾ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും ദുഷ്ടന്റെ അധീനതയിലാണ്. എന്നാൽ അതിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തെ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് വളരെ വലുതാക്കിയ ദിവസങ്ങളിൽ ആർക്കും എതിർക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവരാജ്യം അതിൻ്റെ വ്യാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവിക കൃപയ്ക്കുള്ളിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സാത്താനിക ആധിപത്യത്തെക്കുറിച്ച് ചിന്തിച്ചത്, അവൻ ലോകഭരണത്തിൽ അവൻ ആധിപത്യം ചെലുത്താൻ തുടങ്ങി. ആദമിൽ ഹവ്വയിൽ തുടങ്ങിയ ആധിപത്യം അത് വർദ്ധിച്ചു വന്ന് അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും സാമ്രാജ്യത്വങ്ങളിലേക്ക് വരുവാനിടയായി തീർന്നു. ആധിപത്യം ലോകഭരണത്തിൽ സ്വാധീനത ചെലുത്തി കൊണ്ടിരുന്നതിനെ കുറിച്ചാണ് നമുക്ക് ദൈവനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. അതിൻ്റെ അകത്ത് മനുഷ്യൻ എങ്ങനെ ഉളവായി, അവൻ എങ്ങനെയാണ് തെറ്റിപ്പോയത്, എങ്ങനെയാണ് വംശോൽപത്തി ഉണ്ടായത്, എങ്ങനെയാണ് ഭാഷകളുണ്ടായത്, എങ്ങനെ രാഷ്ട്രങ്ങൾ ഉണ്ടായി, സാമ്രാജ്യത്വങ്ങളുണ്ടായി, എങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക രാഷ്ട്രമായി ഇസ്രായേൽ ഉണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ദൈവസഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. അപ്പോൾ സാത്താനിൽ മൃഗവും കള്ളപ്രവാചകനുമുണ്ട്, അവർ 3 പേരും 3 ആകുന്നു, ഒന്നല്ല എന്നാണ് നാം ഗ്രഹിച്ചത്. എന്നാൽ ദൈവിക തൃത്വം എന്നുള്ളത് അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തികഞ്ഞ ഐക്യതയിൽ വസിക്കുന്നു. നിത്യതയിൽ
അവനോട് ചേരുവാനുള്ളവരും ആ തികഞ്ഞ ഐക്യതയിലായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത്, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്നായിത്തീരുവാൻ വേണ്ടിയുള്ള വിളിയാണ് ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാം ദൈവത്തോട് ഒന്നായിത്തീരണം. അകന്നു നിൽക്കാനല്ല, മാറിപ്പോകാനല്ല, ദൈവത്തോട് തീരുവാനുള്ള മഹനീയമായിരിക്കുന്ന വിളിയാണ് മണവാട്ടി എന്നുള്ള പദം കൊണ്ട് ദൈവസഭയുടെ ആദിജാതന്മാരെ വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വചനം അതാണ്. അപ്പോൾ ലോക അവസാനത്തിൻ്റെ അന്ത്യകാലത്ത് ഇവർ 3 പേരും വ്യത്യസ്ത ഇടപെടലുകൾ അഥവാ സാത്താനിക പൈശാചിക ത്രിമൂർത്തികൾ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എന്നേക്കുമായി വിസ്മൃതിയിലേക്ക് അഥവാ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നതിന് മുമ്പായി ഇവർ 3 പേരും ഓരോരുത്തരായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും വേദപുസ്തകം രേഖപ്പെടുത്തി. അതിൻ്റെ ഇവരെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 3 പേരുടെയും ഭൂമിയിലെ പ്രത്യക്ഷ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും അധികം പരാമർശമുള്ള എതിർക്രിസ്തുവിൻ്റെ അതാണ്. എപ്പോഴാണ് സാത്താൻ ഭൂമിയിലേക്ക് വരുന്നുള്ളത് നാം ചിന്തിച്ചിരുന്നത്? മധ്യാകാശ യുദ്ധത്തിലാണ് സാത്താൻ എന്ത് ചെയ്യുന്നത്? മീഖായേലിനോട് യുദ്ധം ചെയ്ത് അവൻ താഴെ ഭൂമിയിലേക്ക് വന്ന് വീഴുന്നത്. മീഖായേൽ അത് ദൂതനാണ്. അതൊരിക്കലും മനുഷ്യൻ മരിച്ച് അവൻ്റെ മാറ്റപ്പെട്ട് ദൂതന്മാരായി തീരുകയല്ല ചെയ്തത്. മീഖായേൽ ദൈവത്തിൻ്റെ പ്രഭുവാണ്. അത് ഒരിക്കലും ഒരു മനുഷ്യ സൃഷ്ടിയല്ല. ചിലർ ഹാബേലാണ് മീഖായേൽ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ തെറ്റായ ചിന്താഗതികളാണ്. അങ്ങനെയുള്ളതൊന്നും വീണു പോകരുത്. ഹാബേൽ ഉണ്ടാകുന്നതിന് മുമ്പ് മീഖായേൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഗബ്രിയേലാണോ ഏലിയാവ്? അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ദൂതസഞ്ചയങ്ങളുണ്ട്. അപ്പം അത് മീഖായേൽ ദൈവത്തിൻ്റെ യുദ്ധത്തിന് വേണ്ടിയുള്ള സൈന്യത്തിൻ്റെ അധിപനാണ് മീഖായേൽ. ദൂതറിയിക്കുന്നതിൻ്റെ സഞ്ചയങ്ങളുടെ അധിപനാണ് ഗബ്രിയേൽ. അപ്പോൾ ഗബ്രിയേലും മീഖായേലും ജലത്തിൻ്റെ അധിപതിയുണ്ട്, തീയുടെ മേൽ അധികാരമുള്ളവരുണ്ട്, ദൈവത്തിന് ദൂതസഞ്ചയങ്ങളുണ്ട്. അത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള സൃഷ്ടികളാണ്. അതൊരിക്കലും മനുഷ്യ സൃഷ്ടികളുടെ ബന്ധത്തിലല്ല നിൽക്കുന്നുള്ളതും രാത്രിയിൽ ഓർത്തിരിക്കണമേ എന്നും ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും അധികം പരാമർശം എതിർക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനകത്ത് പ്രധാനമായിട്ട് 8 പരാമർശങ്ങളുണ്ട്. നമ്മളത് തുടർന്നുള്ള വിവിധ ഭാഗങ്ങൾ പഠിക്കും. അത് പഠിക്കുകയും ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട 8 ഭാഗങ്ങളൊന്ന് എപ്പോൾ വരുന്ന ബന്ധത്തിൽ എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്ന് വരുന്നുള്ള ബന്ധത്തിൽ 11-ാം അധ്യായമായ ആഴത്തിൽ നിന്ന് അഥവാ ഇരുളിൻ്റെ പാർപ്പിടത്ത് നിന്ന് കയറി വരുന്നു എന്നുള്ള പരാമർശം വെളിപ്പാട് പുസ്തകം 11-7. എതിർക്രിസ്തു പൈശാചിക ത്രിമൂർത്തികളുടെ ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-4 വാക്യം. അപ്പോൾ എതിർക്രിസ്തുവിനെ പൈശാചിക ത്രിമൂർത്തികളുടെ ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എതിർക്രിസ്തു ലോകഭരണത്തിനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ലോക സാമ്രാജ്യത്വങ്ങളുടെ ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം പഠിക്കുന്നത് എതിർക്രിസ്തു ലോക സാമ്രാജ്യത്വമുള്ള ബന്ധത്തിലാണ്. 12-ാം അധ്യായത്തിൽ എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പൈശാചിക ത്രിമൂർത്തികളുടെ ബന്ധത്തിലാണ്. അപ്പോൾ 17-ാം അധ്യായത്തിൽ 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മഗധിയ ബാബിലോണിനോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകഭരണത്തിന്റെ അവസാനത്തെങ്കിൽ മഗധിയ ബാബിലോണുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് മഹാദിവസ യുദ്ധമാകുന്ന ഹർമഹദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ പൈശാചിക ത്രിമൂർത്തികളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19 അതിൻ്റെ 21 വാക്യങ്ങളിൽ ഹർമോൻ യുദ്ധത്തിന്റെ അന്ത്യത്തിൽ മൃഗത്തിനുണ്ടാകുന്ന അതികഠിനമായ പരാജയത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ ശക്തി ക്ഷയിച്ച് അവൻ ഒന്നുമില്ലാതെ തീർന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ എതിർക്രിസ്തു മൃഗം നിത്യതയിൽ തീപ്പൊയിലേക്ക് നിത്യനാശം തള്ളപ്പെടുന്നു. അപ്പോൾ 19-ാം അധ്യായത്തിൽ കെട്ടപ്പെടുന്നു, അഴിഞ്ഞു നടക്കുന്ന സിംഹത്തെ പോലെ അലറി നടക്കുന്ന സാത്താനിക അവതാരമായിരിക്കുന്ന എതിർക്രിസ്തു മൃഗത്തെ ബന്ധിച്ച് തീപ്പൊയ്യിൽ തള്ളുന്നത് ഒരു ദൂതനാണ്. അപ്പോൾ അതാണ് അവൻ്റെ അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പരമാർത്ഥങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഈ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പഠിക്കും. നമ്മളിത് 16-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അഥവാ എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു.
ഇത് ക്രിസ്തു ഇരുളിൻ്റെ പാർപ്പെടുന്ന അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അവൻ വെളിപ്പെടുന്നതിനെക്കുറിച്ച് 2 സാക്ഷികളെ കൊന്നുകളയാൻ വേണ്ടി വെളിപ്പെടുന്നതിനെക്കുറിച്ചാണ് 12-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്. 12-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഇത് ക്രിസ്തു പൈശാച ത്രിമുഖത്തോടുള്ള ബന്ധം നമ്മൾ ചിന്തിപ്പാൻ ഇടയാത്തീർന്നു. ഇത് ക്രിസ്തു ലോകഭരണത്തോടുള്ള ബന്ധത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലോകസമുദ്ര ബന്ധത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അപ്പോൾ ഇത് എതിർക്രിസ്തുവിനുള്ള ബന്ധത്തിലാണ് ഏറ്റവും അധികം പരാമർശമുള്ളത്. വെളിപ്പാട് പുസ്തകം ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നിരവധി വചനങ്ങൾ എതിർക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എതിർക്രിസ്തു എന്ന മനുഷ്യനെ കുറിച്ചാണ് ഈ ഓരോ ഭാഗങ്ങളിലും ഒന്നിനോടുള്ള ബന്ധത്തിൽ ഓരോന്നിനുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നാം ചിന്തിക്കുന്ന വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ലോക സാമ്രാജ്യത്തിനുള്ള ബന്ധത്തിലുള്ള എതിർക്രിസ്തു ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഈ ഭാഗത്ത് തുടർന്ന് നമ്മൾ അല്പം കൂടി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പൈശാചിക ത്രിമൂർത്തികളുള്ള ബന്ധത്തിൽ എതിർക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ അതിന് 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജ്യപിടിയുമുള്ള തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിന് കയറുന്നതായി യോഹന്നാൻ ദർശിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാസർപ്പത്തിൻ്റെ തലയെ നമ്മൾ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ കണ്ട മഹാസർപ്പത്തിൻ്റെ തലയെ അത് ലോക സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിട്ട് എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത് ലോക സാമ്രാജ്യത്തിലുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. 7 തലയും 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജ്യമുടിയും തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം സമുദ്രത്തിന് കയറുന്നതായി യോഹന്നാൻ ദർശിച്ചിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അടയാളമായി കണ്ടതും സമുദ്രത്തിൽ നിന്നൊരു മൃഗം കരേറി വരുന്നതുമായി ദർശനങ്ങൾ തമ്മിലുള്ള പഠനം നമുക്കത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് ഗ്രഹിക്കണം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമല്ല. പക്ഷേ അതെന്താകുന്നു എന്നുള്ളത് വ്യാഖ്യാനിക്കപ്പെടണം. ഇവിടെ പറയുന്നത് 7 തല 10 കൊമ്പ് തലയിൽ 7 രാജ്യമുടി ഉള്ള പൈശാചിക ത്രിമൂർത്തിയുള്ള ബന്ധത്തിൽ അവിടെ എതിർക്രിസ്തു വെളിപ്പെടുത്താണ്. 7 തല 10 കൊമ്പ് തലയിൽ 7 രാജ്യമുടി. എന്നാൽ യോഹന്നാൻ സമുദ്രത്തിന് കയറി വരുന്ന മൃഗത്തോടുള്ള ബന്ധത്തിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള തലയിൽ ദൂഷണനാമങ്ങളുള്ളതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ കർത്താവിൻ്റെ മധ്യാകാശ പ്രതിഷ്ഠയുള്ള ബന്ധത്തിൽ ആകാശത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ വെച്ച് അഥവാ മധ്യാകാശത്ത് നടക്കുന്ന യുദ്ധത്തിൽ വെച്ച് എതിർക്രിസ്തു നേരിട്ട് അവിടെ അവൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല. എന്നാൽ സാത്താനായിട്ടാണ് അവിടെ യുദ്ധം നടക്കുന്നത്. അവനോട് പോരാടുമ്പോൾ അവനിൽ എതിർക്രിസ്തു മർമ്മമായി മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമാണുള്ളത്. തലയിലാണ് 7 രാജമുടിയുള്ളത്. അത് അവൻ്റെ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുള്ളതായിട്ട് വെളിപ്പെടുത്തി. അപ്പോൾ ഈ രാജമുടി അഥവാ അവൻ്റെ ആധിപത്യം, രാജാധിപത്യം അല്ലെങ്കിൽ അവൻ്റെ ഭരണത്തിന് ആധിപത്യം തലയിലാണ് കാണുന്നെങ്കിൽ, പൈശാചിക ത്രിമൂർത്തിയിൽ കാണുന്നെങ്കിൽ, ഈ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവൻ രാജാധികാരം ഏറ്റെടുക്കുന്നതിനുള്ള ബന്ധത്തിലാണ് കൊമ്പുകളിൽ 10 രാജമുടിയുള്ളതായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആ കൊമ്പുകളിൽ രാജമുടി കാണിക്കുന്നവൻ്റെ ആധിപത്യത്തെ, അധികാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ എതിർക്രിസ്തു സാത്താനിൽ മറിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ മധ്യാകാശ യുദ്ധത്തിൽ അവനെ എതിർക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തുകയോ അവന് അധികാരം കൊടുക്കുകയോ ചെയ്യുന്നില്ല. അത് വെളിപ്പെട്ടു വരുന്നത് 13-ാം അധ്യായത്തിൽ ആണ് വെളിപ്പെടുന്നത്. സാത്താനിക മഹോത്സവം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അധികാര കൈമാറ്റം ചെയ്യുന്നത്. അത് 10 കൊമ്പുകളിലേക്ക് 10 രാജമുടിയുള്ള ബന്ധത്തിൽ സാത്താൻ അവൻ്റെ അധികാരം കൈമാറുന്നതിനെയാണ് ഇവിടെ ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലുള്ള തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനസ്സിലായല്ലോ. മഹാസർപ്പത്തിനുള്ള ബന്ധത്തിൽ അതിൻ്റെ തലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
തലകളിൽ 7 രാജമുടി ഉണ്ടെന്ന് വ്യക്തമാക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിൻ്റെ 10 കൊമ്പുകൾക്കാണ് പ്രാധാന്യതയുള്ളത്, തലയേക്കാൾ പ്രാധാന്യതയുള്ളത്. അത് വ്യക്തമാക്കുന്നതാണ് 10 കൊമ്പുകളിന്മേൽ 10 രാജമുടി ഉള്ളതായി ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 13-ാം അധ്യായത്തിന് അടുത്ത വാക്യം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതേക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കാനിടയായി തരും. സങ്കീർണമായിട്ടുള്ള പഠനമല്ല, വളരെ സിമ്പിളായിട്ടത് നമ്മൾ മനസ്സിലാക്കും. ഇന്ന് രാത്രിയിൽ അത് ഗ്രഹിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ 10 കൊമ്പ്, രാജമുടി, 7 തല എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ ആകപ്പാടെ കൺഫ്യൂഷനായി പോകും. ഒന്നും അതേക്കുറിച്ച് ഭാരപ്പെടേണ്ട. ഞാൻ ഈ പറഞ്ഞു വന്നതെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മളത് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിലാണ് പറഞ്ഞു വരുന്നത്. നമ്മളതിനെ വെളിപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. 2-ാം വാക്യം വായിക്കുന്നത്, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ പോലെയുമായിരുന്നു. അതിനെ മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അപ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു സമ്മിശ്ര മൃഗത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യമാണ്, സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ വെളിപ്പാട് 13-ാം അധ്യായത്തിൽ കണ്ടതോ 12-ാം അധ്യായത്തിൽ കണ്ട കാര്യങ്ങളോ സംഭവിച്ച കാര്യമല്ല. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സമ്മിശ്ര മൃഗത്തോട് വെളിപ്പെടുത്തുമ്പോൾ പുള്ളിപ്പുലിക്ക് സദൃശമുണ്ട്, കരടിയുടെ കാൽ പോലെയുള്ളതാണ്, സിംഹത്തിൻ്റെ വായ് പോലെ സംസാരിക്കുന്ന ആണ്, അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനം വലിയ അധികാരവും കൊടുത്തു. അപ്പോൾ പുള്ളിപ്പുലി, കരടി, സിംഹം എന്നീ 3 മൃഗങ്ങളോടുള്ള ബന്ധത്തിലുള്ളതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഈ മൃഗത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രവചനം നമുക്ക് ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അതിനുമായിട്ട് ബന്ധം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ലോക സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള ബന്ധമാണ് വെളിപ്പാട് പുസ്തകത്തിനകത്തുള്ള. വെളിപ്പാട് പുസ്തകത്തിന്റെ ബാക്കിയുള്ള കർമ്മ യുദ്ധത്തെക്കുറിച്ചോ മധ്യാകാശ യുദ്ധത്തെക്കുറിച്ചോ സഭ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊന്നും ദാനിയേൽ പ്രവചനത്തിലില്ല. എന്നാൽ ലോക സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഭാവി കാലത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള അതിന് മുൻതൂക്കം കൊടുത്തുള്ള പ്രവചനത്തിലാണ് ലോക സാമ്രാജ്യത്തിൽ ഉള്ള ബന്ധത്തിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ലോക സാമ്രാജ്യത്തിൻ്റെ ആരംഭം മുതൽ അവിടെ എന്നേക്കുമുള്ള നാശം വരെയുള്ള കാര്യങ്ങൾക്ക് ഇസ്രായേലിന്റെ ബന്ധത്തിൽ പ്രവചിച്ചിരിക്കുന്ന പ്രവചന ഭാഗമാണ് ദാനിയേൽ പ്രവചനം. അത് ഒന്നുകൂടി നാം ചിന്തിച്ചാൽ ദാനിയേൽ പ്രവചനത്തിൽ മാത്രം നമുക്ക് ഇത് പഠിക്കാൻ കഴിയത്തില്ല. ബാക്കിയുടെ എല്ലാ പ്രവചനങ്ങളോടുള്ള ബന്ധത്തിലാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ദാനിയേൽ പ്രവചനം പ്രസ്താവിച്ചിരിക്കുന്ന 4 ലോക സാമ്രാജ്യത്വങ്ങളാണ് കാണുന്നത്. എന്നാൽ ഇതിനെ കേവലം 2 വാക്യങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ അത് മുഴുവൻ ആലേഖനം ചെയ്തു. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന 7-ാം അധ്യായം അങ്ങനെയുള്ള 8-ാം അധ്യായമൊക്കെ വായിക്കുന്നതിനെ വളരെ സിമ്പിളായിട്ടുള്ള 2-3 വാക്യങ്ങളിൽ ഇവിടെ വെളിപ്പെടുത്തി. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷമായി കള്ളപ്രവചനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതിന് ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ചിന്തിക്കും. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിനകത്ത് 2-ാം അധ്യായം 31-45 വാക്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പ്രവചന ഭാഗമാണ്. അത് നെബൂഖദ്നേസർ കണ്ട, അഥവാ ബാബിലോണിയൻ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ കണ്ടതായ ദർശനത്തോടുള്ള അവൻ സ്വപ്നം കാണുന്നതിനെക്കുള്ള ബന്ധത്തിലും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 1 മുതൽ 28 വരെ വാക്യങ്ങളിൽ ദാനിയേൽ കാണുന്ന സ്വപ്നവും അതിൻ്റെ പൊരുളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനത് മുഴുവനും എടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താണ് നെബൂഖദ്നേസർ കണ്ട സ്വപ്നം, എന്താണ് ദാനിയേൽ കണ്ട സ്വപ്നം, എന്താണ് അതിൻ്റെ പൊരുൾ എന്നുള്ളത് നമ്മളിന്ന് വളരെ വേഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദാനിയേൽ നെബൂഖദ്നേസർ കണ്ടത് അവൻ വിജാതീയനായിരിക്കുന്ന ഒരു രാജാവാണ്, ബാബേൽ രാജാവാണ്. അപ്പോൾ അദ്ദേഹം കണ്ടത് ജീവനില്ലാത്ത ചില വസ്തുക്കളുള്ള ബന്ധത്തിൽ ലോക സാമ്രാജ്യത്തെ കാണുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദാനിയേൽ വരാനുള്ള ലോക സാമ്രാജ്യത്വങ്ങളെക്കുറിച്ച് അവൻ കണ്ടത് ജീവനുള്ള 4 മൃഗങ്ങളോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ അതിൻ്റെ പൊരുൾ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ, അഥവാ നെബൂഖദ്നേസർ കണ്ട സ്വപ്നവും
ദാനിയേൽ കണ്ട സ്വപ്നവും തമ്മിൽ അതിൻ്റെ നിഴലും പൊരുളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ അതിൽ കാണുന്നത് ദാനിയേൽ കണ്ട നെബൂഖദ്നേസർ കണ്ട ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടുള്ളതായിരുന്നു. അതിനെ ദാനിയേൽ കാണുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ മൃഗം സിംഹത്തെ കാണിക്കുന്നു. അത് ബാബേൽ സാമ്രാജ്യത്വമാണ്. അപ്പോൾ ഒന്നാമത്തെ സാമ്രാജ്യത്വമാകുന്ന ബാബേൽ സാമ്രാജ്യത്വം, ഇസ്രായേൽ എന്ന രാഷ്ട്രം തകർന്നോടുകൂടിയാണ് 4 സാമ്രാജ്യത്വങ്ങൾ ഈ ഭൂമിയിൽ ഉടലെടുക്കാനിടയാക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് ഭൂമിയിൽ ഉടലെടുത്ത 4 മഹാസാമ്രാജ്യത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ സാമ്രാജ്യത്തെ കൊണ്ടുപോകുന്നത്, പ്രവാസിയായി കൊണ്ടത് ബാബേൽ സാമ്രാജ്യത്വമാണ്. അപ്പോൾ 4 മഹാസാമ്രാജ്യത്വങ്ങൾ ഉടലെടുക്കുന്നത് ഇന്നേക്ക് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പ് ഉള്ള ആ സമയത്തുള്ള ബന്ധത്തിൽ ആണ് ഇവിടെ സാമ്രാജ്യത്വങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ് 4 സാമ്രാജ്യത്വങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ അതിനുള്ള പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ ആദ്യത്തെ സാമ്രാജ്യത്തിൻ്റെ തലയായിട്ടുള്ളവനായി അവനെ കാണുമ്പോൾ തങ്കത്തോടുള്ള ബന്ധത്തിൽ അവനെ കാണിക്കുന്നു. അത് ഒന്നാമത്തെ മൃഗം ആയിരിക്കുന്ന സിംഹത്തോടുള്ള ബന്ധത്തിൽ ദാനിയേൽ കാണുന്നു. അതിൻ്റെ പൊരുളാണ് ബാബേൽ സാമ്രാജ്യത്വം. നെബൂഖദ്നേസർ കണ്ട ബിംബത്തിൻ്റെ നെഞ്ചും കൈയും വെള്ളി കാണുകയാണ്. അത് രണ്ടാമത്തെ മൃഗത്തെ കാണിക്കുന്നു, കരടിയെ കാണിക്കുന്നു. അത് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. അപ്പോൾ തങ്കം കൊണ്ടുള്ളത് ബാബേൽ സാമ്രാജ്യത്വം, അത് സിംഹത്തോടുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൃഗങ്ങളോടുള്ള ബന്ധത്തിൽ സിംഹമാണ്, അത് ബാബേൽ സാമ്രാജ്യത്വമാണ്. നെഞ്ചും കൈയും വെള്ളിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് രണ്ടാമത്തെ മൃഗമാണ്, കരടിക്ക് തുല്യമായിട്ടുള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത്, മേദ്യ പേർഷ്യ സാമ്രാജ്യത്വം. വയറും അരയും താമ്രം കൊണ്ടുള്ളതാണ്, താമ്രം കണ്ടു. മൂന്നാമത്തെ മൃഗം അത് പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്, അത് യവനായ സാമ്രാജ്യത്തെ കാണിക്കുന്നത്, ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നു. തുട ഇരുമ്പ് കൊണ്ടുള്ളതാണ്. നെബൂഖദ്നേസർ കണ്ട അവൻ്റെ സ്വപ്നത്തിൽ അവൻ കാണുന്നത് ഇതിൻ്റെ തുട ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ദാനിയേൽ കാണുന്നത് 4ാമത്തെ മൃഗമായിട്ടാണ് കാണുന്നത്. അത് ഘോരവും ഭയങ്കരവും അതിബലവും ഉള്ളതാണ്. ഇരുമ്പ് സകലത്തെയും ഇല്ലാതാക്കി കളയുന്നതാണ്. ഇരുമ്പ് ശക്തിയെ കാണിക്കുന്നു. അത് 4ാമത്തെ സാമ്രാജ്യത്വമാകുന്ന റോമ സാമ്രാജ്യത്തെ വെളിപ്പെടുത്തുന്നു. കാലും കാൽവിരലുകളും പാതി ഇരുമ്പും പാതി കളിമണ്ണും ഉള്ളതായിട്ട് ദാനിയേൽ കാണുമ്പോൾ നെബൂഖദ്നേസർ അതേ കാര്യത്തെ കാണുന്നത് 4ാമത്തെ മൃഗത്തിൻ്റെ 10 കൊമ്പുകളായിട്ട് കാണുന്നു. 4ാം മൃഗത്തിൻ്റെ 10 കൊമ്പുകൾ അത് ഭിന്ന രാജ്യത്തെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തു വെളിപ്പെടുന്നതിനുള്ള ബന്ധത്തിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം അത് ജീവനില്ലാത്ത ഭൂമിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കളെ കൊണ്ടാണ്. തങ്കം, വെള്ളി, താമ്രം, ഇരുമ്പ്, പാതി ഇരുമ്പും പാതി കളിമണ്ണും. അതാണ് ബിംബം കാണുന്നത്. ഇതിനെ ഒരു കല്ല് പറഞ്ഞു വന്ന് അടിച്ച് ഇല്ലാതാക്കി കളയുന്നതിനെ കുറിച്ചുള്ളതാണ് അവൻ കണ്ട സ്വപ്നം. എന്നാൽ അതേ സ്വപ്നത്തെ ദാനിയേൽ കാണുമ്പോൾ ദാനിയേൽ അതിനെ 1ാമത്തെ മൃഗം സിംഹമായിട്ടും അതിന് 2ാമത്തെ മൃഗം കരടിയായിട്ടും 3ാമത്തെ മൃഗം ഘോരവും ഭയങ്കരവുമായ അതിബലമുള്ളതാണ് കാണുന്നത്. 4ാമത്തെ മൃഗത്തിൻ്റെ 10 കൊമ്പുകളെയും കാണിച്ചിരിക്കുന്നു. അപ്പോൾ ബാബേൽ സാമ്രാജ്യത്തെക്കുറിച്ചും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ചും യവനായ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചും റോമ സാമ്രാജ്യത്തെക്കുറിച്ചും ഭിന്ന രാജ്യത്തെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ഭിന്ന രാജ്യത്വങ്ങളുടെ സമയമാണ്. അതിൽ നിന്ന് 10 രാഷ്ട്രങ്ങളുള്ള ഒരു യൂറോപ്യൻ രാഷ്ട്ര വ്യവസ്ഥിതി ഉണ്ടാകും. ഇതിനെ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പേരിൽ ഇപ്പോൾ തന്നെ അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ പ്രബലമായി വന്നിരിക്കുന്നതായിരുന്നു യൂറോപ്യൻ സംഘടനകൾ. അതിൽ നിന്ന് ചില രാജ്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറുകയും ചെയ്യും. അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഭിന്ന രാജ്യത്വമാണ് എങ്കിൽ പോലും അവർ ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ചില രാജ്യങ്ങൾ മാറുന്നതിന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ എക്സിറ്റായി. അപ്പോൾ അങ്ങനെ 3 രാജ്യങ്ങൾ വേരോടെ പറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്കത് കാണാൻ സാധിക്കുന്നത് ഭിന്ന രാജ്യത്വങ്ങൾ വന്നു. അതിൽ നിന്ന് മാറേണ്ടത് മാറും, അത് ചേരേണ്ടത് ചേരും. അങ്ങനെ
ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് നടക്കുമ്പോൾ പിന്നെ രാജ്യത്വമാണ് ഇത് ക്രിസ്തു വെളിപ്പെടുന്നുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള ഭാഗങ്ങൾ വായിച്ചപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബേൽ രാജാവായ ബേൽസസിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനമുണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. രാത്രിയിൽ ദാനിയേൽ വിവരിച്ചു പറഞ്ഞെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മാനുഷ്യഹൃദയവും കൊടുത്തു. രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരമായ അതിബലവുമായുള്ളൊരു 4-ാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ചത് വ്യത്യസ്തമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് അറിയണമെന്നാണ് ആഗ്രഹമുള്ളവർ യൂട്യൂബിൽ ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാവുന്നതാണ്, കേൾക്കാവുന്നതാണ്, മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ 4 സാമ്രാജ്യത്വങ്ങളെ കണ്ടു. നെബൂഖദ്നേസർ കണ്ടു, അതുപോലെ തന്നെ ദാനിയേൽ കണ്ടു. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പൊരുളും നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ 4 സാമ്രാജ്യത്വം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 10 കൊമ്പുകളോടുള്ള ബന്ധത്തിൽ പിന്നെ രാജ്യത്വമായിരിക്കും. ആ കാലഘട്ടത്തിലാണ് എതിർ ക്രിസ്തു വരുന്നത് എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂട്ടുകക്ഷി മന്ത്രിസഭകളാണ്. എവിടെയും അങ്ങനെ നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അധികം താമസിയാതെ ലോകത്തിൽ ശേഷിച്ചിരിക്കുന്ന രാജ്യഭരണ ഏകാധിപത്യ വ്യവസ്ഥിതികൾ മാറ്റം സംഭവിക്കും. അത് ഇങ്ങനെ അധികം നാൾ നിൽക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കും. ആരെല്ലാം ലോക ഭരണത്തെ ഏകാധിപത്യപരമായി നോക്കാൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല. കാരണം അതിന് ദൈവജനം അത് സമ്മതിക്കുന്നില്ല. അതിന് മാറ്റം സംഭവിക്കുമെന്നാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വചനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് തുടക്കം കുറിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2011 നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം. ടുണീസിയയിൽ പൊട്ടിപ്പുറപ്പെട്ട അറബ് വസന്തം, അത് വലിയൊരു കാര്യമായിട്ട് നടന്നിരുന്നു. അപ്പോൾ എളിവൻ ഈ പുസ്തകം എഴുതുന്ന സമയത്തോട് ബന്ധത്തിൽ നടന്നൊരു കാലഘട്ടമായതുകൊണ്ട് അതേക്കുറിച്ച് അന്ന് ഞാൻ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ അത് വലിയൊരു സംഭവമായിട്ട് ഒരുപാട് രാഷ്ട്രങ്ങളെ കുലുക്കാട്ടിടയായി തീർന്നു. അത് അറബ് വസന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈജിപ്തിലും ലിബിയയിലും യമനിലും ഒക്കെ ഏകാധിപതിമാരുടെ കസേര ഇളക്കി കളയാട്ടിടയായി തീർന്നു. അധികം താമസിയാതെ ഏകാധിപത്യ ഭരണ വ്യവസ്ഥിതിക്കും മാറ്റം വരികയും ഈ പറയുന്ന ഭിന്ന രാജ്യത്വങ്ങൾ ലോകത്തിൽ ഉടലെടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. മറ്റൊരു പ്രവചന ഭാഗം നമുക്ക് യെശയ്യാപ്രവചനം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എബ്രഹീമിൽ കോട്ടയും ദമേശേക്കിൽ രാജ്യത്വം ഇല്ലാതെയാകും, അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. ദമേശേക്ക് സിറിയയിൽ ഇപ്പോഴൊരു ഗവൺമെന്റ് ഇല്ല. അവിടെ രാജഭരണം ഇല്ലാതായി. അവിടെ ഒരു ഗവൺമെന്റ് ഇല്ലാത്തൊരു അരിഷ്ടതാവസ്ഥയിലേക്ക് പോകേണ്ടിടയായി തീർന്നു. ഇതെല്ലാം വെളിപ്പെടുത്തുന്ന വേദപുസ്തക വചനത്തെ തെളിവാണ് കാണിക്കുന്നത്. അതിന് തെളിവ് ഇപ്പോൾ നമുക്കവിടെ അനുദിന ലോക സംഭവങ്ങളുടെ ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അധികം ഈ കാര്യങ്ങളിലേക്ക് ലോകകാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കാഴ്ചപ്പാടിൽ നാം 4 സാമ്രാജ്യത്വങ്ങൾ ആരായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ അർത്ഥം ദാനിയേലിനെ ദൂതൻ ഗ്രഹിപ്പിക്കുന്നെങ്കിലും അവൻ അധികമായി അറിയാൻ ആഗ്രഹിച്ചത് ഈ 4-ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിൻ്റെ തലയിലുള്ള 10 കൊമ്പിനെ കുറിച്ചുമായിരുന്നു. കാരണം ദാനിയേൽ അറിയാമായിരുന്നു ബാബേൽ സാമ്രാജ്യത്വം, അതുപോലെ തന്നെ മേദ്യ-പേർഷ്യ സാമ്രാജ്യത്വം, അത് അവൻ്റെ കൺമുമ്പിൽ കാണുന്നതിന് ശേഷമായ ഗ്രീക്ക് സാമ്രാജ്യത്വം വരുമെന്നും, എന്നാൽ അതിന് ശേഷം വരാനുള്ള 4-ാമത്തെ മൃഗത്തെക്കുറിച്ചും റോമാ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ 10 കൊമ്പുകളെക്കുറിച്ചുമുള്ള അറിയാനുള്ള ആഗ്രഹമാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. അത് ദാനിയേൽ പ്രവചനം
7-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അതേക്കുറിച്ച് രേഖപ്പെടുന്ന മറ്റ് സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്രനഖങ്ങളുമുള്ളതായി അതിഭയങ്കരമായി ഇതും തിന്നുകയും തകർക്കുകയും ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4-ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിൻ്റെ തലയിലുള്ള 10 കൊമ്പുകളെക്കുറിച്ചും മുളച്ചു വന്നതായും 3 കൊമ്പുകൾ വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായും ഉള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെക്കുറിച്ചുമുള്ള വിവരം അറിയുവാൻ ഞാൻ ഇച്ഛിച്ചു. അവൻ ആഗ്രഹിച്ച അതേക്കുറിച്ചാണ്. അപ്പോൾ വയോധികനായവൻ വന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ ആഗ്രഹിക്കുമ്പോൾ എന്നാണിത് സംഭവിക്കുന്നത്? 4-ാമത്തെ സാമ്രാജ്യത്വം കഴിഞ്ഞിട്ട് ഈ ഭിന്നരാജ്യത്വം എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെ സംക്ഷേപിച്ച് നമ്മുടെ 7-ാം അധ്യായം 19 മുതൽ 27 വാക്യങ്ങളെ ഞാൻ അതേക്കുറിച്ച് സംക്ഷേപിച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ രത്നച്ചുരുക്കം മാത്രം വേഗത്തിൽ പറയാം. 4-ാമത്തെ മൃഗം അതിഭയങ്കരമായിരിക്കും. അതിന് ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളുമുണ്ട്. അത് തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്യും. 4-ാമത്തെ സാമ്രാജ്യത്വം ഇരുമ്പ് പോലുള്ളതാണ്, റോമൻ സാമ്രാജ്യത്വമാണ്. അതിൻ്റെ തലയിൽ 10 കൊമ്പുകളിൽ ഉണ്ട്. മറ്റൊരു കൊമ്പ് മുളച്ചു വന്നപ്പോൾ അത് 3 കൊമ്പുകളെ വീഴ്ച കളയുന്നു. മുളച്ചു വരുന്ന കൊമ്പിന് കണ്ണും വമ്പു പറയുന്ന വായുമുണ്ട്. അത് കൊമ്പുകളെക്കാൾ വർണ്ണമേറിയതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 രാഷ്ട്രങ്ങളുള്ള ഒരു സംഘമുണ്ടാകും. അപ്പം അതിൽ നിന്ന് മറ്റൊരു രാഷ്ട്രം ഉളച്ചു വരും. എന്നാൽ വേറൊരു രാജ്യം അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ അത് വരുന്നതോടുകൂടി അന്ന് നിലനിന്ന 10 രാഷ്ട്രങ്ങളിൽ നിന്ന് 3 എണ്ണത്തിനെ വേരോടെ എന്ന് പറഞ്ഞാൽ അവരുടെ യാതൊരു സ്ഥാനമില്ലാതെ തന്നെ മാറ്റിയിട്ട് 7 1 8 പേരുള്ള ഒരു സംഘം ഇവിടെ ഉണ്ടാക്കിയെടുക്കും. അത് വണ്ണമേറിയതായിരിക്കും. അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് വയോധികനായവൻ ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുമ്പോഴും കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 10 കൊമ്പുകളുള്ള കാലത്ത് അഥവാ 10 രാഷ്ട്രങ്ങൾ ചേർന്നൊരു ഐക്യത ഉണ്ടാകുന്ന ഒരു കൂട്ടുകക്ഷി ഒരു ഗവൺമെന്റൽ സിസ്റ്റം ലോകത്തിൽ വരും. അതിൽ നിന്ന് 3 രാഷ്ട്രങ്ങൾ പറഞ്ഞു പോകും. അപ്പോൾ അതിൽ 8ാമനായി വെളിപ്പെടുന്നവനാണ് കൊമ്പായിട്ട് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്, അതിൻ്റെ നായകത്വം എടുക്കാൻ വേണ്ടി. അവൻ 70 ഉൾപ്പെട്ടവനാണ്. അവനാണ് എന്ത് ചെയ്യുന്നത്? എതിർ ക്രിസ്തുവായിട്ട് വെളിപ്പെടുന്നത്. അതാണ് വിശുദ്ധമായി യുദ്ധം ജയിക്കുകയും ചെയ്തു. സർവഭൂമിയെ തിന്ന് ചവിട്ടി തകർത്ത് കളയുന്നതാണ് 4-ാമത്തെ മൃഗമാകുന്ന 4-ാം സാമ്രാജ്യത്വം. 4-ാം സാമ്രാജ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച അഥവാ ശക്തിയുള്ള രാജ്യങ്ങളാണ് 10 കൊമ്പുകളായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10 രാഷ്ട്രങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആവശ്യമുള്ളവർക്ക് അതേക്കുറിച്ച് വേണമെങ്കിൽ വ്യക്തമായി പഠിക്കാം. അതിനിപ്പോൾ ബന്ധത്തിൽ ഞാൻ അതേക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുമുണ്ട്. പിന്നെ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. 10 രാജ്യത്തിനിടയിൽ മറ്റൊരു എഴുന്നേൽക്കുന്നതാണ് വിശേഷമായ കൊമ്പ്. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ 3 രാജാക്കന്മാരെ 3 രാജ്യങ്ങളെ നിന്ന് എടുത്തു കളയും. 70 ഉൾപ്പെടുന്ന 8ാമത്തവൻ അത്യുന്നതിന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നത വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ സമയങ്ങളെ നിയമങ്ങളെ മാറ്റുവാൻ ശ്രമിക്കുകയും 3.5 വർഷക്കാലം കാലവും വിശുദ്ധന്മാർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. ഇത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ദശരാഷ്ട്ര സംഘത്തിൽ നിന്ന് ദശരാഷ്ട്രങ്ങൾ അടങ്ങുന്ന ഒരു യൂണിയൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു രാജ്യം കൂടി അതിൽ അംഗത്വമെടുക്കുകയും അവൻ അംഗത്വമെടുക്കുമ്പോൾ 3 രാഷ്ട്രങ്ങളെ അതിൽ നിന്ന് ഇല്ലാതാക്കി കളയും, അതിൽ നിന്ന് നിഷ്കാസനം ചെയ്യും. അപ്പോൾ 7 1 8 രാഷ്ട്രങ്ങൾ ചേരുന്ന ഒരു ഭരണ സംവിധാനത്തോടുമാണ് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ന്യായസ്ഥ ഇരുന്നുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ആധിപത്യമാണ് എടുത്തു കളഞ്ഞ അന്ത്യം വരെ നശിപ്പിച്ചും പിടിക്കുന്നത്. എതിർ ക്രിസ്തു ഭരണത്തിന് ശേഷവും രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിലുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായവൻ്റെ വിശുദ്ധമായ ജനത്തിനാണ് ലഭിക്കുന്നത്. യേശുവിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകലാധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കുന്നതാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. അപ്പോൾ കാര്യങ്ങളുടെ സമാപ്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 4 സാമ്രാജ്യത്വങ്ങളുള്ള ബന്ധത്തിൽ ദാനിയേൽ പറഞ്ഞിട്ട് 10 കൊമ്പുകളെ കാണിച്ചിട്ട് അപ്പോൾ ഈ റോമൻ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന 10 യൂറോപ്യൻ രാജ്യങ്ങളുള്ള ബന്ധത്തിൽ 10 രാഷ്ട്രങ്ങളെ കാണിക്കുകയും അതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു രാഷ്ട്രം ഇതിനോട് ചേരുകയും അതിൽ നിന്ന് ആ രാഷ്ട്രം ചേരുന്നതോടുകൂടി 11ാമത് രാഷ്ട്രം ചേരുന്നതോടുകൂടി 3 രാഷ്ട്രങ്ങൾ അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ആ സമയത്തോടുള്ള ബന്ധത്തിലാണ്
എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ദാനിയേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എതിർക്രിസ്തു വെളിപ്പെടുന്നത് റോമാ സാമ്രാജ്യത്തിൽ നിന്നുമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ദാനിയേൽ പ്രവചനം. അപ്പോൾ റോമൻ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ, യൂറോപ്പിനോടുള്ള ബന്ധത്തിലാണ് എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നുള്ളത് ദൈവത്തിൽ നിന്ന് വളരെ വ്യക്തമാക്കുന്നു. അത് ഇന്നയാളാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിലുള്ള ബന്ധത്തിൽ ഈ പറയുന്ന ഈ 10 രാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിലുള്ള ദശരാഷ്ട്ര സംഘത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിൽ നിന്നാണ് ഇവൻ വെളിപ്പെട്ടു വരുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വരുമ്പോൾ 3 തിരോധാനം ചെയ്യുന്നതായിട്ട് കാണുന്നു. ദാനിയേൽ കണ്ട ദർശനം സ്ഥിരീകരണ വിധത്തിലുള്ള ദർശനമാണ്. ലോകഭരണ വ്യവസ്ഥയോടുള്ള ബന്ധത്തിൽ എതിർക്രിസ്തുവിന്റെ പ്രത്യക്ഷയെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദാനിയേൽ പ്രവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ലോക സാമ്രാജ്യത്തിന്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഏതൊക്കെ സാമ്രാജ്യം ഉണ്ടായെന്ന് നമുക്ക് പഠിച്ചു. ലോകചരിത്രത്തിലെ ഭാഗമായി തീർന്ന 4 സാമ്രാജ്യത്വങ്ങളെ യോഹന്നാൻ ഒരു സമ്മിശ്ര മൃഗത്തോടുള്ള ബന്ധത്തിൽ സ്വർഗസ്നാന്തിയും വെളിപ്പെടുത്തി കൊടുത്തു. അത് വ്യക്തമാക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തോടും ദാനിയേൽ കണ്ട സ്വപ്നത്തോടും വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിന്റെ 1-ാമത്തെ മൃഗം സിംഹം സദൃശമാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 2 വരെ കാണുന്ന സമ്മിശ്ര മൃഗത്തിന്റെ അകത്ത് വായ സിംഹത്തിന്റെ വായാണ്. വായ പോലെയാണത് ബാബേൽ സാമ്രാജ്യത്തെ കാണിക്കുന്നു. കഴിഞ്ഞ കാലത്തെ ബാബേൽ സാമ്രാജ്യത്തെ കാണിക്കുന്നു സിംഹം, അതിന് വായ കാണിക്കുന്നു. 2-ാമത്തെ മൃഗം കരടി സദൃശമാണ്. കരടിയുടെ കാൽ പോലെ, അത് മേധ്യ പേർഷ്യ സാമ്രാജ്യത്തെ വെളിപ്പെടുത്തുന്നു. 3-ാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശമായിരുന്നു. അത് സദൃശ്യം പുള്ളിപ്പുലിയാണ്, യവന സാമ്രാജ്യത്തെ വെളിപ്പെടുത്തുന്നു. 4-ാമത്തെ മൃഗം ഘോരവും അതിബലവും ഉള്ളതും തലയിൽ 10 മുമ്പുള്ളതുമാണ്. സമ്മിശ്ര മൃഗത്തിന് 7 തല, 10 കൊമ്പ്, കൊമ്പുകളിൽ 10 രാജമുടി. റോമാ സാമ്രാജ്യത്തിന്റെ അതിന്റെ പ്രാധാന്യതയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അഥവാ ശക്തിയുള്ള 10 രാജ്യങ്ങളുമാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലോകാവസാന സംഭവങ്ങളെ നാം വെളിപ്പെടുത്തുമ്പോൾ 7 തലകളിൽ 7 രാജമുടിയും 10 കൊമ്പും ഒരു മഹാസർപ്പത്തെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വെളിപ്പെടുത്തിയിരിക്കുന്നതിന്റെ യഥാർത്ഥമായിട്ടുള്ള എതിർക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ഈ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് 7 തല, 10 കൊമ്പ്, കൊമ്പുകൾ 10 രാജമുടി ഉള്ളത് എന്താണെന്നുള്ളത് സാമ്രാജ്യത്വങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലായി. 7 തല എന്നുള്ളതാണ് മനസ്സിലായി. അപ്പോൾ 10 കൊമ്പെന്നുള്ളത് 10 രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് മനസ്സിലായെങ്കിൽ ഈ 7 തല എന്താകുന്നു എന്നുള്ളത് ഇതിനോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വരുന്ന എതിർക്രിസ്തു വരുന്നുണ്ടെങ്കിലും ഇവന് കഴിഞ്ഞുപോയ എല്ലാ സാമ്രാജ്യത്വങ്ങളോടുമുള്ള ബന്ധം ഇവനുണ്ട് എന്നുള്ളതും വെളിപ്പെടുത്തുന്നു. കാരണം അതെന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെതായ പ്രത്യേകതയാണുള്ളത്. അപ്പോൾ ഈ സിംഹം എന്ന് പറയുന്ന അർത്ഥം എന്താണ്, കരടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, പുള്ളിപ്പുലി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ റോമ സാമ്രാജ്യത്തിൽ കൂടെ പറഞ്ഞിട്ടില്ല. കാരണം അതിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് വെളിപ്പാട് 13-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ഈ പറയുന്ന 4-ാം സാമ്രാജ്യത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത്. കാരണം അതിൽ നിന്ന് വരുന്ന വ്യാഖ്യാനിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഈ പുള്ളിപ്പുലിക്ക് സദൃശ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എതിർക്രിസ്തുവിൻ്റെ വേഗതയെ വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ അത് പറഞ്ഞിട്ട് ഇതിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ പുള്ളിപ്പുലിക്ക് സദൃശ്യമെന്ന് വെളിപ്പാട് 13-ാം അധ്യായം 2-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് പുള്ളിപ്പുലി എന്ന് പറഞ്ഞാൽ അത് വേഗതയെ കാണിക്കുന്നു. വേഗത 13-ാം ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്കളെക്കാൾ ഉഗ്രതയും. അപ്പോൾ പുള്ളിപ്പുലിക്ക് സദൃശ്യമായിട്ടുള്ളത്, അപ്പോൾ 3-ാമത്തെ മൃഗം ആയിരിക്കുന്ന യവന സാമ്രാജ്യത്തെ കാണിച്ചിരിക്കുന്നത് വേഗതയെ കാണിക്കുന്ന വേഗത. നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി വളരെ വേഗത്തിലാണ് മറ്റുള്ള രാഷ്ട്രങ്ങളെക്കാൾ, മറ്റുള്ള സാമ്രാജ്യത്തെക്കാൾ താൻ ലോകത്തെ കീഴ്പ്പെടുത്തിയത്. അതിൻ്റെ വേഗതയെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എതിർക്രിസ്തുവിൽ യവന സാമ്രാജ്യത്തിൻ്റെ വേഗത ഉണ്ടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന എതിർക്രിസ്തുവിൽ ഉണ്ടാകുന്ന പ്രത്യേകമായിരിക്കുന്ന സ്വഭാവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ സാമ്രാജ്യത്വങ്ങളുടെ ബന്ധത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ അത് കാണുവാൻ സാധിക്കും. ഇപ്പം പുള്ളിപ്പുലിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് വേഗതയെ കാണിക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ ലോകം ഫാസ്റ്റസ്റ്റായിട്ടുള്ള വളരെയധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അല്ലേ. എത്ര വേഗതയാണ് ഉണ്ടായിരിക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ കാളവണ്ടി യുഗമായിരുന്നു. കാളവണ്ടിയായിരുന്നു കണ്ടിരുന്നത്. അതിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും യൂറോപ്പിലുണ്ടായിരിക്കുന്ന വ്യവസായ വിപ്ലവത്തോടു കൂടി മോട്ടോർ കാറുകളും വാഹനങ്ങളും വന്നു. പിന്നീട് പ്ലെയിനുകൾ, അങ്ങനെയുള്ള വേഗതയേറിയ വാഹനങ്ങൾ വന്നു. ഇന്നിപ്പോൾ
ചീറിപ്പായുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾ വരാൻ പോകുന്നു. അപ്പോൾ വേഗത മനുഷ്യൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വേഗത വർദ്ധിക്കുന്ന ശാസ്ത്രം ഇന്ന് അതിവേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ള ബന്ധത്തിലൊക്കെ വേഗത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ തലച്ചോറിനോളം ഒക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതുവരെ കണ്ടുപിടിക്കാൻ. എന്നാൽ മനുഷ്യനെ കടത്തി വെട്ടുന്ന കമ്പ്യൂട്ടർ ശൃംഖലകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെ കണ്ടുപിടിക്കുമെന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ കമ്പ്യൂട്ടറിനേക്കാൾ 2000 മടങ്ങ്, അപ്പം ഏകദേശം സാധാരണ കമ്പ്യൂട്ടറിനേക്കാൾ 2000 മടങ്ങ് ഓർമ്മശേഷിയും 20,000 മടങ്ങ് കാര്യനിർവഹണ ശേഷിയും ഉള്ളതാണ് മനുഷ്യൻ്റെ മസ്തിഷ്കം. മനുഷ്യൻ്റെ തലച്ചോറിന് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനേക്കാൾ 2000 മടങ്ങ് ഓർമ്മശേഷിയും 20,000 മടങ്ങ് കാര്യനിർവഹണ ശേഷിയുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യനിർവഹണ ശേഷിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യനെക്കുറിച്ചും തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തിൽ വീഴുമ്പോൾ അവൻ്റെ പേര് മാറ്റുന്നതിനെക്കുറിച്ചും, വീണ്ടും ജനിക്കുമ്പോൾ പേര് രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചും, പിന്മാറുമ്പോൾ പേര് മാറ്റുന്നതിനെക്കുറിച്ചും, അവൻ ഏതെങ്കിലും അവസ്ഥയിൽ പോയാൽ അവൻ പാതാളത്തിലേക്കാണ് പോകുന്നെങ്കിൽ പാതാളത്തിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തുകയും, മരണത്തിലേക്കാണ് പോകുന്നത് മരണത്തിലേക്ക് രേഖപ്പെടുത്തുകയും, ഇതിൽ നിന്ന് അവൻ നിത്യജീവൻ പ്രാപിച്ച് ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആദിയാത്മാർത്ഥതയിലേക്ക് എത്തുന്നതിനെക്കുറിച്ചും, നഗരത്തിൽ ഭാഗത്ത് ഇപ്പം ഇങ്ങനെ ഇത്രമാത്രം സങ്കീർണമായിരിക്കുന്ന മനുഷ്യൻ്റെ ജനന അവൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് രേഖപ്പെടുത്തണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ കഴിയും. ഇപ്പം ദൈവം സൃഷ്ടിച്ച മനുഷ്യനായിരിക്കുന്ന നമുക്ക് മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പ്യൂട്ടറിനേക്കാൾ 2000 മടങ്ങ് ഓർമ്മശേഷി, 20,000 മടങ്ങ് കാര്യനിർവഹണ ശേഷിയും ഉണ്ടെങ്കിൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിൻ്റെ ബുദ്ധി, ജ്ഞാനം എത്ര അപ്രയമേ, അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. സാധിക്കുമോ? ഇവിടെയുള്ള എല്ലാം പഞ്ചായത്തുകളും ഒക്കെ എടുത്ത് കാര്യങ്ങൾ കണക്കെടുത്ത് കൂട്ടിയാൽ അവസാനം വോട്ടർ സിസ്റ്റമൊക്കെ വരുമ്പോൾ പിന്നെ അപാകതകൾ എന്നാണ് പറയുന്നത്, അല്ലേ? കാരണം ഒരു മനുഷ്യൻ ജനിക്കുന്നു, വേറൊരുത്തൻ മരിക്കുന്നു. ഇത് നിമിഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ എല്ലാവർക്കും, എല്ലാ രാഷ്ട്രങ്ങളും കൃത്യമായൊരു ജനസംഖ്യ ആർക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് കമ്പ്യൂട്ടർ രേഖപ്പെടുത്തി അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പലരും മരിച്ചു, പലരും ജനിച്ചു. പക്ഷേ മനുഷ്യനത് അസാധ്യമാണ്. പക്ഷെ എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സകലത്തിനും കാണുപോകാനായിരിക്കുന്ന നമ്മുടെ കർത്താവിന് അത് അസാധ്യമായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ താഴ്ന്നാണ് കമ്പ്യൂട്ടറിൻ്റെ കഴിവ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാൽ അധികം താമസിയാതെ തന്നെ മനുഷ്യനെ കടത്തി വെട്ടുന്ന ദിവസങ്ങളിൽ ഇപ്രകാരമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളുടെ ബന്ധത്തിലുള്ള കമ്പ്യൂട്ടർ ശൃംഖല വരും. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തെ ഭരിക്കണമെങ്കിൽ അതുപോലെ വേഗതയുള്ള, കഴിവുള്ള, ബുദ്ധിമാനായിരിക്കുന്ന ഒരു ഭരണകർത്താവ് ലോകത്തിൽ ആവശ്യമായി വരും. അപ്പോൾ എതിർക്രിസ്തുവിന് അവൻ്റേതായിട്ടുള്ള ആ കഴിവ് ഉള്ളവനായിരിക്കും. ഇങ്ങനെ ഒരു സിസ്റ്റത്തെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കഴിവുള്ളവനായിരിക്കും എതിർക്രിസ്തു. അവന് പ്രത്യേക കഴിവുണ്ടായിരിക്കും. എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ ഇവനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. അതേക്കുറിച്ച് നമുക്കറിയാം. നിരവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റുകൾ, 5G 6G ഇതൊക്കെ മാറും. അധികം താമസിച്ചതെല്ലാം മാറി. ഇപ്പം തന്നെ ഇലോൺ മാസ്ക് പറഞ്ഞല്ലോ, ഇനിയിപ്പം ഈ നെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, മാസം 8,000-8,500 രൂപ കൊടുക്കാമെങ്കിൽ സാറ്റലൈറ്റ് വഴിയുള്ള സിമ്മൊന്നും വേണ്ടാത്ത ഇൻ്റർനെറ്റ് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിമ്മിൻ്റെ ആവശ്യമില്ല, ടവറിൻ്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമാകത്തില്ല. സാറ്റലൈറ്റ് വഴി ഇത് ലഭ്യമാക്കുവാൻ കഴിയും. ഇതെല്ലാം കാണിക്കുന്നത് ലോകം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഡാണ് കാണിക്കുന്നത്, വളരെ വേഗത കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വേഗതയെ കാണിക്കാൻ വേണ്ടിയാണ് പുള്ളിപ്പുലിയോടുള്ള സദൃശമായിട്ട് യവനായ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ എതിർക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് വേദപുസ്തകത്തിൻ്റെ മർമ്മം. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ എടുത്തു വെച്ച് അവനാണ് എതിർക്രിസ്തു എന്ന് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എതിർക്രിസ്തു ആരാകുന്നു എന്ന് ചോദിച്ചാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ അവൻ യവനായ സാമ്രാജ്യത്വം പോലെ വളരെ വേഗതയിൽ, നമുക്കറിയാം യവനായ സാമ്രാജ്യത്വമാണ് വളരെ വേഗതയിൽ ലോകത്തെ കീഴടക്കിയത്. അലക്സാണ്ടർ ചക്രവർത്തിയാണ്. വളരെ വേഗതയുള്ളവനാണ്. അവൻ കൂർമ്മബുദ്ധിയുള്ളവനായിരുന്നു. അവൻ ലോകരാജ്യങ്ങളെ വേഗത്തിൽ കീഴടക്കി. പക്ഷെ അവൻ വേഗത്തിൽ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ എതിർക്രിസ്തു വേഗതയുള്ളവനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവനെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പം രണ്ടാമത് മൃഗത്തിൻ്റെ കാൽ, കരടിയുടെ കാൽ പോലെ ഉള്ളത് കാണിച്ചിരിക്കുന്നത്. എന്താണ് എതിർ ക്രിസ്തുവിൻ്റെ കാല് കരടിയുടെ കാലിനോട് സദൃശപ്പെടുത്തിയിരിക്കുന്നത്? അതിന് ഉഗ്ര മനസ്സിനെ വെളിപ്പെടുത്തുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. നിന്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെപ്പോലെ ഉഗ്രമാനസന്മാരും ആകുന്നുവെന്ന് നീ അറിയുന്നല്ലോ. അപ്പോൾ ഉഗ്ര മനസ്സുള്ളതായിരിക്കും എതിർ ക്രിസ്തു. അപ്പോൾ എതിർ ക്രിസ്തുവിന് വേഗതയുള്ളവനായിരിക്കും, അവൻ കാര്യങ്ങളെ വേഗത്തിൽ തീരുമാനിക്കും, അവൻ ഉഗ്ര മനസ്സായിരിക്കും, മനസ്സാക്ഷി ഒട്ടും കാണാത്തവനായിരിക്കും എതിർ ക്രിസ്തു. ക്രൂരതയെ കാണിക്കുന്നു. അവൻ്റെ വായ കാണിക്കുന്നത്, മൃഗത്തിൻ്റെ വായ സിംഹത്തിൻ്റെ വായ പോലെ കാണിക്കുന്നത് ശൂര്യ പരാക്രമത്തെ കാണിക്കുകയാണ്. അപ്പോൾ 2 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ, അപ്പോൾ സിംഹ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഒരുങ്ങിപ്പോകും, എൻ്റെ അപ്പൻ വീരനും അവനോടുകൂടെയുള്ള ശൂരന്മാരും എന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹൃദയമുള്ളവൻ എപ്പോഴും അഹങ്കാരിയായിരിക്കും. എനിക്കെല്ലാം സാധിക്കുമെന്നുള്ളവൻ അഹങ്കാരമായിരിക്കും. അപ്പോൾ അഹങ്കാരത്തിൻ്റെ വമ്പ് പറയുന്നവനായിരിക്കും എതിർ ക്രിസ്തു. അതാണ് ബൈബിൾ പറയുന്നത്, വമ്പ് പറയുന്നവനായിരിക്കും. അപ്പോൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ വേഗതയുള്ളവനായിരിക്കും. 2, അവൻ ഉഗ്ര മനസ്സുള്ളവനായിരിക്കും. 3, അഹങ്കാരത്തിൻ്റെ വമ്പ് പറയുന്നവനായിരിക്കും. 4-ാമത്തെ മൃഗമാകുന്ന റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് വെളിപ്പാട് പറയാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മിശ്രമാകുന്ന എതിർ ക്രിസ്തു 4-ാമത്തെ സാമ്രാജ്യത്വമാകുന്ന റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ഉൾപ്പെട്ടവനായതുകൊണ്ടാണ് ആ സാമ്രാജ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്താതിരിക്കുന്നത്. അപ്പോൾ പുള്ളിപ്പുലിക്ക് സദൃശനായവൻ വേഗതയുള്ളവനായിരിക്കും, കല്ല് സമാനമായ ഉഗ്രമനസ്സുള്ളവനായിരിക്കും, സിംഹതുല്യമായ ശൂരതയുള്ളവനും വമ്പു പറയുന്നവനുമായിരിക്കും, ഇരുമ്പ് പോലെ ഉഗ്രബലമുള്ള ഘോരനും അതിഭയങ്കരനുമായിരിക്കും എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സാമ്രാജ്യ പശ്ചാത്തലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ നാം എതിർ ക്രിസ്തുവിനെ, ഇവിടെ ഈ യോഹന്നാൻ കണ്ടിരിക്കുന്ന വായ സിംഹം പോലെ, കാൽ കരടിയതുപോലെ, സദൃശ്യം പുള്ളിപ്പുലിക്കെന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം എന്നുള്ളതിൻ്റെ മർമ്മം വ്യാഖ്യാനിച്ച് കിട്ടിയെങ്കിൽ, എതിർ ക്രിസ്തു ആരാകുന്നത് ചോദിക്കുമ്പോൾ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ഇപ്രകാരമുള്ള ഒരു മനുഷ്യനായിരിക്കും. വേഗതയേറിയ ഉഗ്ര മനസ്സുള്ള, അതെ, വമ്പ് പറയുന്ന ഉഗ്രനും വീരനുമായിരിക്കും, ബലമുള്ളവനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എതിർ ക്രിസ്തു എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഈ 7 തല എന്താണെന്ന് കൂടി ഞാൻ പറയാം. 10 കൊമ്പുകളെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് കിട്ടി. 10 രാഷ്ട്രങ്ങളാണ്, യൂറോപ്യൻ രാജ്യങ്ങളുടെ ബന്ധത്തിൽ 10 രാഷ്ട്രങ്ങളാണ്. എതിർ ക്രിസ്തു വ്യത്യസ്തപ്പെടുന്നവരുടെ ബന്ധത്തിൽ 3 കൊമ്പുകൾ, അത് 3 രാജ്യങ്ങളിൽ നിന്ന് മാറിപ്പോകും. 8ാമതായി വരുന്നവനായിരിക്കും കൊമ്പായി വരുന്നത്, അവനാണ് സകലത്തെയും നിയന്ത്രിച്ച ഭരണത്തിലേക്ക് കൊണ്ടിരുന്നത് എന്നുള്ളതും ചിന്തിച്ചു. ഇപ്പോൾ 7 തലകൾ എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്നത് 4 സാമ്രാജ്യത്തിൽ നിന്നുള്ള 7 രാജാക്കന്മാരെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വേഗത്തിൽ നമ്മളതിനെ സംഗ്രഹിച്ച് പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബാബേൽ സാമ്രാജ്യത്തിലെ പ്രബലനായ രാജാവ് ഒന്ന്, നമുക്കറിയാം, നെബൂഖദ്നേസറിനെ കുറിച്ച് പറഞ്ഞു, അവനാണെന്ന് പറഞ്ഞു. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ പ്രബലനായ രാജാവ് ഒന്ന്. ഇപ്പം മറ്റു രാജാക്കന്മാർ ഉണ്ടായിരുന്നില്ല, പ്രബലന്മാരായ രാജാക്കന്മാരാണ് ഓരോ തലയായിട്ട് കാണുന്നത്. യൗവനായ ഗ്രീക്ക് സാമ്രാജ്യ പ്രബലന്മാരായ 4 രാജാക്കന്മാരുണ്ടാകുമെന്ന് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാബേൽ സാമ്രാജ്യത്തിലെ ഒരു രാജാവാണ് പ്രബലനായിരിക്കും തലയായി കാണിക്കുന്നത്. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ പ്രബലനായ രാജാവ് ഒരാളായിരിക്കും. എന്നാൽ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്ന് 4 അലക്സാണ്ടർ മരണത്തിന് ശേഷം 4 രാഷ്ട്രങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നവർ 4 തലയെ കാണിക്കുന്നതാണ് റോമൻ സാമ്രാജ്യത്തിലെ 1. അപ്പോൾ നമ്മളിതിനെ സങ്കലനം ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 1 ഉം 4 ഉം കൂടെ കൂട്ടുമ്പോൾ 7 എന്നുള്ള സംഖ്യ കിട്ടുന്നു. 7 സാമ്രാജ്യങ്ങളിൽ നിന്ന് 7 തലവന്മാരായിരിക്കുന്ന 7 രാഷ്ട്രങ്ങളെയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബാബേൽ സാമ്രാജ്യത്വം, മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ ഒരു രാജ്യം, എന്നാൽ യൗവനായ ഗ്രീക്ക് സാമ്രാജ്യത്വം ഉത്ഭവിക്കുന്ന 4 രാഷ്ട്രങ്ങൾ, അതുപോലെ റോമൻ സാമ്രാജ്യത്തിലെ പ്രബല രാഷ്ട്രം. നമുക്കറിയാം, ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ 7 കാണുന്നു. ഇതാണ് 7 തല എന്നുള്ളത്. അപ്പോൾ 7 തല എന്നുള്ളത് കഴിഞ്ഞു പോയിരിക്കുന്ന സാമ്രാജ്യത്വങ്ങളിൽ നിന്ന് പ്രബലമായിരിക്കുന്ന ആ 7 പേരെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് അവരിവിടെ സാമ്രാജ്യത്വങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നും, അപ്പോൾ അത് വിസ്മൃതിയിലേക്ക് മാറിപ്പോയെങ്കിലും 4ാമത്തെ രാഷ്ട്രമായിരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നതെന്നുള്ളതും,
അത് റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ് 10 കൊമ്പുകൾ ഉണ്ടാകുന്നതെന്നുള്ളതും വ്യക്തമാക്കുന്നതാണ് 13-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ വ്യാഖ്യാനം ഇന്ന് വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അവൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഇപ്പോൾ ലോകത്തിൽ 4 മഹാസാമ്രാജ്യത്വങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവയിൽ നിന്നുമുള്ള 7 പ്രബല രാജ്യങ്ങളാണ് സാത്താനിക ആലോചനയാൽ ലോകഭരണ വ്യവസ്ഥിതിയെ സ്വാധീനത ചെലുത്തി പോന്നതെന്നും ദാനിയേൽ വെളിപ്പാട് പുസ്തക താരതമ്യ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സാത്താനിക തുറമുഖത്തോടുള്ള ബന്ധത്തിലും സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന സമുദ്രമുഖത്തോടുള്ള ബന്ധത്തിലും വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കിയിരിക്കുന്നത് 4-ാമത്തെ മഹാസാമ്രാജ്യത്വമായ റോമാ സാമ്രാജ്യത്തിന് മതപരമായും ഭരണപരമായും സാംസ്കാരികമായിട്ടുള്ള ലോക സ്വാധീനത വളരെ വലുത്. നമുക്കിന്നറിയാം, ലോക സാമ്രാജ്യത്തിലുള്ള ബന്ധത്തിൽ റോമൻ സാമ്രാജ്യത്തിനുള്ള സ്വാധീനത വളരെ വലുതാണ്. മതപരമായിട്ട് നോക്കിയാൽ, സംസ്കാരപരമായിട്ട് നോക്കിയാൽ, ഭരണപരമായിട്ട് നോക്കിയാലൊക്കെ ഇതിന് വലിയ സ്വാധീനത ഉണ്ട്, റോമൻ സാമ്രാജ്യത്തിനുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനവും പ്രവർത്തനവും മരണമുണ്ടാകാനും സംഭവിച്ചത് ഇരുമ്പ് പോലെ ബലമുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലയളവിലായിരുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ കാൽവറി മരണത്തിലാണ് റോമൻ സാമ്രാജ്യത്തെ തലയ്ക്കാണ് മരണകരമായിരിക്കുന്ന മുറിവ് ഏറ്റത്. അപ്പോൾ ആ 2000 വർഷം മുമ്പ് മുറിവേറ്റ ആ സാമ്രാജ്യത്തിൻ്റെ മുറിവ് ഇന്ന് വരെ പൂർണ്ണമായി അത് പൊറുത്തിട്ടില്ല. എന്നാൽ അധികം താമസിയാതെ അതിൻ്റെ മുറിവ് പൊറത്തു പോകുന്നതായിട്ടാണ് എതിർക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പം തലയ്ക്ക് ഇപ്പം 7 തലയുണ്ടായിരുന്ന ആ മഹാസർപ്പത്തിൻ്റെ തലയിൽ ഒന്നിന് മുറിവേറ്റതുപോലെ, അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. എൻ്റെ മരണകരമായ മുറിവ് പുറത്തു പോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അപ്പോൾ റോമൻ സാമ്രാജ്യമാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതെങ്കിൽ അന്ന് അതിൻ്റെ തലയ്ക്കേറ്റ മുറിവ് പുറത്തു പോകുന്ന ഒരു കാലമാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയുടെ സമയം. അത് വളരെ വ്യക്തമാണ്, അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിൽ നിന്നുമായിരിക്കും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അവനോട് സഖ്യതയുള്ള 10 രാഷ്ട്രങ്ങളും ഉടലെടുക്കും. അതിൽ നിന്ന് ഒരുവനായി അവൻ രംഗപ്രവേശം ചെയ്യുമ്പോൾ 10-ൽ നിന്ന് 3 മാറിപ്പോവുകയും ബാക്കിയുള്ള 7 അവൻ ലോകത്തിൻ്റെ ഭരണം അവൻ ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോൾ 4 സാമ്രാജ്യത്വങ്ങളുടെ ബന്ധത്തിൽ 4 പ്രബല രാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ 7 തലയെ കാണിക്കുകയും 10 കൊമ്പുകൾ കാണിക്കുന്നത് 10 രാഷ്ട്രങ്ങളുണ്ടെന്നും എതിർക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് അത് 7ആയി ചുരുങ്ങുകയും 8-മനായി അവൻ ലോകഭരണം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ എതിർക്രിസ്തു അതിവേഗതയുള്ളവനായിരിക്കും. അവൻ കരടിയെപ്പോലെ ഉഗ്രമനസ്സുള്ളതായിരിക്കും, സിംഹത്തെപ്പോലെ വമ്പ് പറയുന്നതായിരിക്കും. അവൻ അതിഭയങ്കരമായ ഘോരം ഉള്ളതായി, ഇരുമ്പ് പോലെ ശക്തിയോടുകൂടി അവൻ സകലത്തെ കീഴ്പ്പെടുത്തും. എന്നാൽ എന്തുകൊണ്ടാണ് 3.5 വർഷം കൊണ്ട് ലോകജനത മുഴുവനും പൈശാചിക സാത്താനിക ഭരണത്തിന് അടിമപ്പെട്ടു പോകുന്നത് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കഴിഞ്ഞ 2000 വർഷമായിട്ടും എന്തുകൊണ്ട് ദൈവസഭ സുവിശേഷം അതിൻ്റെതായ പൂർണ്ണതയിൽ എത്തിയില്ല? എന്തുകൊണ്ടാണ് ഇപ്പോഴും ലോകത്തിൽ ദൈവസഭയുടെ പ്രവർത്തനം അങ്ങനെ കാര്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ കേവലം 3.5 വർഷം കൊണ്ട് എങ്ങനെയാണ് സാത്താൻ അവൻ്റെ ഭരണം വളരെ വേഗത്തിൽ ലോകത്തിൽ അത് വ്യാപിപ്പിക്കുന്നത് എന്നതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിർബന്ധത്താലാണ് സാത്താൻ അത് ചെയ്യാൻ പോകുന്നത്. 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. നമസ്കരിക്കാൻ പ്രേരണ ചെലുത്തിയല്ല, അത് നിർബന്ധമായിട്ടാണ് അടിച്ചേൽപ്പിക്കുകയാണ്. രാത്രിയിൽ നമ്മളോട് സുവിശേഷം ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നതല്ല, സ്വാതന്ത്ര്യമാണ്. ആത്മാവ് സ്വാതന്ത്ര്യം നൽകുമ്പോൾ പൈശാചികൻ വന്ന് അവനെ നമസ്കരിച്ചേ മതിയാകും. നമുക്കറിയാമല്ലോ, ബിംബത്തെ നമസ്കരിക്കുവാൻ വേണ്ടി കഠിനമായ നിയമം വന്നു. എല്ലാവരും നമസ്കരിച്ച് മാറിയെന്ന് വൃത്തിയിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇത് ദൈവികമെല്ലാം സ്വാതന്ത്ര്യമാണ്. മനുഷ്യ, ഇന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക്
ദൈവത്തെ ആരാധിക്കുവാനും, നീ നിർമ്മതസ്ഥനായിരിക്കാനോ, നീ നിരീശ്വരവാദിയാകുവാനോ, നീ എന്തിനെ ആരാധിക്കുവാനോ, നിനക്ക് അഴുക്കാടാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം വരുമ്പോൾ സാത്താനിക ഭരണത്തിന് സ്വാതന്ത്ര്യം കാണത്തില്ല, നിർബന്ധമായിരിക്കും. നിർബന്ധ മതപ്രവർത്തനം നടത്തുന്നവരല്ല പരിശുദ്ധാത്മാവിന്റെ സഭ. ദൈവത്തിന്റെ ആത്മാവിൽ നാം ഒറ്റ കാര്യമായി ചെയ്യുന്നത് സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യമായുള്ളത്. ദൈവസഭയോ ദൈവമക്കളോ ഒരിക്കലും ആരെയും ക്രൂരത ചെലുത്തി ഇവിടെ മതത്തിലേക്ക് മാറ്റത്തില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എത്ര വർഷം ഇവിടെ ഭരിച്ചതാണ് ക്രിസ്ത്യാനികൾ. പക്ഷേ നിർബന്ധത്താൽ അത് ആക്കിയിരുന്നെങ്കിൽ ഈ രാഷ്ട്രം എന്നേ ഒരു ക്രിസ്ത്യ രാഷ്ട്രമായി മാറുമായിരുന്നു. അങ്ങനെ അവർ ഭരിച്ച എല്ലാ രാഷ്ട്രങ്ങളിലും നിർബന്ധമാക്കിയിരുന്നെങ്കിൽ അത് മുഴുവനും ആ മതമായി മാറത്തില്ലായിരുന്നു. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇതിന് വിരുദ്ധമായിട്ടുണ്ടായിരിക്കും, ദൈവികമായിട്ടുള്ള കാര്യമല്ല, മനുഷ്യന്റെ ചിന്തകളുണ്ടായതാണ്. എന്നാൽ ദൈവാത്മാവുള്ളിടത്ത് നിർബന്ധമില്ല. സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധം നമ്മുടെ മേലുണ്ട്. പക്ഷെ അത് നിർബന്ധമല്ലെന്നാൽ സാധാനിക കാര്യങ്ങൾ വരുമ്പോൾ അത് നിർബന്ധമായിരിക്കും, അടിച്ചേൽപ്പിക്കപ്പെടുന്നതായിരിക്കും. അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് എല്ലാവരും നമസ്കരിക്കുന്നത്, എല്ലാവരും അതിലേക്ക് മാറുന്നത്. എന്നാൽ അന്ന് അതിന് വിരുദ്ധമായി നിൽക്കുന്നവര് തലയറുക്കപ്പെടും. അതാണ് എതിർക്രിസ്തു ഭരണത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതേക്കുറിച്ച് നാളെ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കുന്നതായിരിക്കും. രാത്രിയിൽ എതിർക്രിസ്തു ആരാകുന്നു എന്നുള്ളതിന്റെ ഏകദേശമായ ധാരണ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സുവിശേഷം പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ, എതിർക്രിസ്തുവിന്റെ ഉപദേശമാകുന്ന കള്ളപ്രവാചകൻ വരുമ്പോൾ കേവലം 3.5 വർഷത്തിനുള്ളിൽ ലോക ജനതയെ ഭൂരിഭാഗത്തെയും അവൻ മുട്ടുമടക്കിക്കും. അത് നിർബന്ധമായിരിക്കും. എന്നാൽ എന്തുകൊണ്ട് ദൈവസഭ അങ്ങനെ ആയിത്തീരുന്നില്ല, ലോകം മുഴുവനും ദൈവസഭയുടെ ചൊൽപ്പടിക്കാകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം, ഒരൊറ്റ ദൂതനെ ഇറക്കി ഇവിടെ സകല മനുഷ്യനെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ യേശുവിനെ നമസ്കരിക്കാൻ പറഞ്ഞാൽ സകലരും നമസ്കരിക്കും. പക്ഷേ അതല്ല ക്രിസ്തുവിന്റെ മാർഗം. യേശുവിന്റെ മാർഗം സ്നേഹത്തിന്റെ മാർഗമാണ്. യേശുവിന്റെ മാർഗം അതൊരിക്കലും അടിച്ചമർത്തുന്ന മാർഗമല്ല. ആരെയും നിർബന്ധത്താൽ ഇതിലേക്ക് കൊണ്ടിരുന്നല്ല, മനുഷ്യന് സർവ്വസ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് യേശു ഇന്ന് രാത്രിയിലും തൻ്റെ കൈകാലുകൾ നമുക്ക് വേണ്ടി കാൽവറിയിൽ അവന്റെ കൈകാലുകൾ വിരിച്ചത് നമ്മളെ വിളിക്കുക ചെയ്തത്. നിനക്ക് ആ സാവകാശമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, പാപം വെടിഞ്ഞ് നീതിയുള്ളവനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ വന്നത്. നമ്മളെ ആരും നിർബന്ധിച്ചിട്ടല്ല സ്നാനപ്പെടുത്തിയത്, നമ്മളെ ആരും നിർബന്ധിച്ചിട്ടല്ല യേശുവിനെ ആരാധിപ്പിക്കുന്നത്, നമ്മളെ ആരും നിർബന്ധിച്ചിട്ടുള്ള സഭയെ കൊണ്ടുപോകുന്നത്. എന്നാൽ സുവിശേഷം അറിയിക്കാൻ നിർബന്ധമുണ്ട്. അത് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയും അടിച്ചമർത്തിയല്ല വിശ്വാസി കൊണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം അത് വളരെ പതിയാണെങ്കിലും ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേവലം 3.5 വർഷം കൊണ്ട് ലോകത്തിന്റെ ഭൂരിഭാഗവും പിശാചിന്റെ അധീനതയിലാകുന്നത് നിർബന്ധമാക്കുന്നതുകൊണ്ടാണ്, നമസ്കരിക്കുമാറാക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും കാര്യങ്ങൾ അത് അടിച്ചമർത്തലിന്റെ കാര്യമായി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക, ദൈവികമല്ല, പൈശാചികമാണ്. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പറയാം, ദൈവം തന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. നമ്മൾ സാമ്രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചു. ബാബേൽ സാമ്രാജ്യത്തിനെ കുറിച്ചും, മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ചും, യവനായ സാമ്രാജ്യത്തെക്കുറിച്ചും, ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചും ഒക്കെ ചരിത്രങ്ങളുണ്ട്. മറഞ്ഞു പോകുന്നില്ല. ഇതെല്ലാം വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇനി വ്യത്യസ്തമായിരിക്കുന്ന 10 രാഷ്ട്രങ്ങൾ വരുമെന്നും അതിൽ നിന്ന് ഒരുവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ 3 എണ്ണം വേരോടെ പറഞ്ഞു പോകുമെന്നും നിങ്ങൾ പഠിച്ചുകൊള്ളുക, കാലങ്ങളെ ഗ്രഹിച്ചുകൊള്ളുക. ഇതെല്ലാം സംഭവിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ സമയമായെന്നുള്ളത്. അതല്ലേ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേഗത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മനുഷ്യൻ ഉഗ്ര മനസ്സുള്ളവരായി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ, വമ്പ് പറയുന്നവരായി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ താഴ്മയുള്ളൊരു കൂട്ടത്തെ, വിനയമുള്ളവരെ, വമ്പ് പറയാത്ത, വലിയ വേഗത കാണിക്കാത്ത, സൗമ്യതയുള്ള, സാവധാനതയുള്ള, സമാധാനമുള്ള, ഹൃദയത്തിന് മനസ്താപമുള്ള,
ഒരു 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 ജനതയെ, ഒരു കൂട്ടത്തെ ദൈവസഭ എന്ന പേരിൽ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷത്താൽ ദൈവം ഒരുക്കിയെടുക്കുന്നു. അതിൽ പങ്കാളികളായി തീരുവാൻ ദൈവം ഭാഗ്യം തന്നതിനായി ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യാൻ. വരാൻ പോകുന്ന കാലം വളരെയധികം പ്രതിസന്ധികളും അത് അടിച്ചമർത്തലിന്റെ കാലങ്ങളുമായതുകൊണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യാം. ആ സ്വാതന്ത്ര്യത്തിൽ വളർച്ച പ്രാപിച്ച് കർത്തവന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചനത്തിന് വിരാമം ഇടുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.